Okay. So we are starting the meeting. I'm sorry about that 3 minutes delay. Right. Today we'll be talking on Dr. Palpu and how his life has influenced the further thought, how Kerala has become one of the best role models even for the COVID fight. It all started around 150 years back when our health system was very robust. And Dr. Palpu from that time had played a very important role, even though he was not there in Kerala at that time. He was part of the Mysore government. About that, Dr. Chandramohan sir will be telling about the details. And a little introduction to our organization, which is Srinarayana United Mission International. This was started by a group of young professionals, businessmen, and bureaucrats with an aim to take the word of the Guru worldwide. That's why we have named the organization Srinarayana United Mission International. So we aim to set up branches all over the world. We are starting with UK and UAE. We hope Sujit sir will help us get a presence in Canada also. We aim to do work. The aim behind the thought behind our work is that we see Karma Yoga, our work, as a method to reach Sri Narayana Guru. And if you look at the 8 important things that the Guru always advocated, we intend to reach all these aspects. First is Vidyabhyasam. സ്കൂളുകളും കോളേജുകളും തുടങ്ങാനുള്ള ആഗ്രഹവും അതിനുള്ള പ്രവർത്തനവും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ശുചിത്വം, നമ്മുടെ ശുദ്ധം നഗരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ഈ കോവിഡ് കാലത്തും. ഈശ്വര ഭക്തിക്ക് വേണ്ടി ഞങ്ങൾ ഗുരുപാദർ എന്നുള്ള സീരീസിൽ സ്വാമിമാരുടെയും അതുപോലെ എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെയും പ്രഭാഷണങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ്. സംഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരുദേവന്റെ മാർഗരേഖയിൽ നിന്നും അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ നിന്നും പൊളിറ്റിക്കൽ ഫോഴ്സസ് വ്യതിചലിക്കുകയോ അല്ലെങ്കിൽ സമൂഹം മാറിപ്പോയോ ചെയ്യുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ ശ്രീനാരായണ യുണൈറ്റഡ് മിഷൻ ഞങ്ങളുടെ വോയിസ് റേസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ ഇതിലൊക്കെ തന്നെ ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന വാഗ്ദാനം തരുന്നു. സാങ്കേതിക പരിശീലനങ്ങൾ ഇതുപോലെ തന്നെയുള്ള ഡോക്ടർ വിജയരാഘവൻ സാറിനെ പോലുള്ളതും ഡോക്ടർ ചന്ദ്രമോഹനെ സാറിനെ പോലുള്ളതും വളരെ അതിപ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ പ്രഭാഷണം നമ്മൾ ഇതിൽ കൂടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഫോർമലായിട്ട് ഡോക്ടർ ബെന്നി നമ്മുടെ വിശിഷ്ടാതികളെ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. പത്മശ്രീ വിജയരാഘവൻ സാറിന്റെ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഈ മുഖമാണ് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത്. അദ്ദേഹം ഇന്ന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. കാര്യം 2020 പൽപു മെമ്മോറിയൽ ഫൗണ്ടേഷൻ അവാർഡ് സാറിനാണ് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ ചന്ദ്രമോഹൻ, ഫോമർ വൈസ് ചാൻസലർ ആൻഡ് ഡീൻ ഓഫ് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്, നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞങ്ങളുടെ ലോഗോ ലോഞ്ച് ഫംഗ്ഷൻ എല്ലാവരും കേട്ടതാണ്. അന്ന് തൊട്ട് തന്നെ എല്ലാവർക്കും അടുത്തൊരു പ്രഭാഷണം സാറിൻ്റെതായിട്ട് കാതോർത്തിരിക്കുകയാണ്. ഒരു 2 വാക്ക് ഡോക്ടർ പൽപുവിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർ ബെന്നിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഡോക്ടർ പൽപുവിനെ പറ്റി എനിക്കറിയാവുന്ന അത്രയും ഞാൻ ഈ NK സാനുമാഷിന്റെ ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതാണ്. ഇത് ഓപ്പൺ ഡോർ മീഡിയ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നപ്പോഴും ഒരിക്കലും തളരാതെ അതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് കണ്ട് വളരെ കഠിന പ്രയത്നം ചെയ്ത് വളരെ ദരിദ്രനായ ഒരു കുടുംബത്തിലായിരുന്നെങ്കിലും ഒരുപാട് കടം വാങ്ങിയും ഒക്കെയാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പ്രൊഫഷൻ പഠിച്ച് പാസ്സാകുന്നത്. അതിനുശേഷം യൂറോപ്പിൽ പോയി സ്പെഷ്യലൈസ് ചെയ്തത് എന്നെ പോലെ ഒഫ്താൽമോളജിയിലോ വിജയസാറിനെ പോലെ കാർഡിയോളജിയിലോ അതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിയിലോ ഒന്നുമല്ല, പൊതുജനാരോഗ്യത്തെ രംഗത്ത് ആണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതം തന്നെയായിരുന്നു ഡോക്ടർ പൽപുവിൻ്റെത്. അദ്ദേഹം എപ്പോഴും ഉത്തരങ്ങൾക്കാണ് നോക്കിയിട്ടുള്ളത്. എപ്പോഴും പ്രശ്നങ്ങളുണ്ട്, ഉത്തരങ്ങൾക്ക് നോക്കാൻ അദ്ദേഹം കണ്ടുപിടിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നു. വളരെ ഒരുപാട് എല്ലാ കാര്യങ്ങളും ഫണ്ട് കൊടുക്കുകയാണെങ്കിലും ഫിലോന്ത്രഫിക് ആയിട്ട് ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ പൽപു. അതിനെപ്പറ്റി വിശദമായിട്ട് പോകും. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതായത് സമൂഹത്തിൽ നടക്കുന്ന അനീതി മഹാരാജാവിനെ ഉൾപ്പെടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തുകയുണ്ടായി. അത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു 2 വാക്കുകൊണ്ട് ഞാൻ ഡോക്ടർ ബെന്നിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഡോക്ടർ ബെന്നി ഈസ് അവർ വൈസ് പ്രസിഡന്റ് SN United Mission International. He is in charge of all our public health efforts
including the current fight against COVID, which is the cold fogger technology. Over to Dr. Benny. Thank you, Dr. Devin. സംഭൂജിരായ ഗുരുതുല്യരായ മാന്യ വ്യക്തിയുടെ ശ്രീനാരായണ യുണൈറ്റഡ് മിഷൻ ഇന്റർനാഷണലിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റ് ലൈഫ് മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സ്, ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ, നമുക്കറിയാം ശ്രീനാരായണ യുണൈറ്റഡ് മിഷന്റെ കുറച്ചു കാലത്തെ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു SN യുണൈറ്റഡ് മിഷൻ ഇന്റർനാഷണൽ. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ മനോജൻ, നമുക്കറിയാം ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ആണ് നമ്മളുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ്. അദ്ദേഹം ഇന്ന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം അദ്ദേഹം ജോയിൻ ചെയ്യും. അപ്പം ഈ ചടങ്ങിൽ എന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ ഈ പ്രസിഡൻഷ്യൽ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഡോക്ടർ മനോജൻ സാറിന് ആദ്യം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങിൽ ഇത് നമുക്കറിയാം, നമ്മൾ കേരള ജനതയെ ഒന്നടങ്കം ഒരു ഘട്ടത്തിലോട്ട് മാറ്റിയ ഡോക്ടർ പൽപുവിന്റെ ജന്മദിനമാണിന്ന്. കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ തന്നെ വളരെ സ്ഥാനം പിടിക്കുകയും ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ കൂടെ പ്രവർത്തിച്ച് ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജനതയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കേരള ജനതയെ ഒന്നായി കാണുവാൻ വേണ്ടി പഠിപ്പിച്ച ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ സാമൂഹ്യ നന്മയുടെ അത്യുത്തമ ഉദാഹരണമാണ് ഡോക്ടർ പൽപു. അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ നമുക്ക് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്ന 2 വ്യക്തികൾ എന്ന് പറയുന്നത് ലോകോത്തര നിലവാരം. നമുക്കറിയാം കാർഡിയോളജി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അതിൻ്റെ കുലത്തുട്ടപ്പൻ എന്ന് പറയുന്നത് ഡോക്ടർ ജി വിജയരാഘവൻ സാറാണ്. പത്മശ്രീ വിജയരാഘവൻ സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട്, പ്രത്യേകിച്ചും സാമൂഹിക പരിഷ്കാരങ്ങളെ കുറിച്ചും അതേ കണക്കിന് സാമൂഹിക മേഖലയിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിജയരാഘവൻ സാറിന് ഈ വർഷത്തെ ഡോക്ടർ പൽപു മെമ്മോറിയൽ അവാർഡ് കിട്ടിയതിൽ നമ്മൾ SN യുണൈറ്റഡ് മിഷൻ ഇന്റർനാഷണലിന്റെ പേരിൽ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ നമ്മളോട് കൂടിയതിൽ SN യുണൈറ്റഡ് മിഷന്റെ സ്വാഗതവും അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പ്രഭാഷണം, ഇതിന്റെ പൽപു മെമ്മോറിയൽ സ്പീച്ച് അല്ലെങ്കിൽ ഒറേഷൻ നടത്തുവാൻ നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, വർക്കലയുടെ ശ്രീനാരായണ ഗുരുവിന്റെ ശിവഗിരിയിൽ താഴ്വരയിൽ തന്നെ താമസിക്കുന്ന നമുക്ക് വളരെ സുപരിചിതനായ ഡോക്ടർ ചന്ദ്രമോഹൻ സാറാണ്. അദ്ദേഹത്തിന് ഒരു കാർഡിയോതൊറാസിക് സർജൻ എന്നുള്ള ഇതിനുപരി പല മേഖലയിൽ നമുക്ക് ഫോമർ DME എന്നുള്ള രീതിയിലായാലും, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന നിലയിലായാലും, ഏനപ്പോയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയിലായാലും, ഈവൻ ഈ സമയത്ത് പോലും ശ്രീഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഡീനായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഡീൻ ചന്ദ്രമോഹൻ സാർ, അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾ വളരെയധികം ശ്രവിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതേ കണക്ക് എല്ലാ ശ്രീനാരായണ ഗുരുവിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഗുരുശ്രേഷ്ഠന്മാരെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു മഹത് വ്യക്തിയാണ് ചന്ദ്രമോഹൻ സാർ. ചന്ദ്രമോഹൻ സാറിനെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ചന്ദ്രമോഹൻ സാറിനെയും
സാർ എത്തിച്ചേർന്നിട്ടുണ്ടോ? സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ നോക്കാം സാറ്. ഇന്ന് ആക്ച്വലി പൾപ്പ് ഫംഗ്ഷന്റെ സാരഥിയായിരുന്നു സാറ്. അപ്പൊ തിരിച്ച് വർക്കയിലോട്ട് എത്തിയിട്ട് സാറ് പറഞ്ഞിരുന്നു. കുഴപ്പമില്ല സാർ. ഓക്കെ. അതേപോലെ തന്നെ SN യുണൈറ്റഡ് മിഷന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പല മേഖലയിൽ നിന്ന്, IT മേഖലയിൽ നിന്നുണ്ട്, അതേ കണക്ക് തന്നെ ബിസിനസ് മേഖലയിൽ നിന്നുണ്ട്, അതേ കണക്ക് എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഒത്തുചേർന്ന ഒരു സംഘടനയാണ് SN യുണൈറ്റഡ് മിഷൻ ഇന്റർനാഷണൽ. ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഹൃദയപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന വിവിധ മേഖലയിൽപ്പെട്ട ഈ സൂം മീറ്റിംഗിൽ കൂടെ ആയാലും ഫേസ്ബുക്ക് ലൈവിൽ കൂടെ ആയാലും യൂട്യൂബ് ലൈവിൽ കൂടി ആയാലും എല്ലാം ഈ പ്രഭാഷണ പരമ്പര കേൾക്കുക എന്നുള്ള ഒരു വിചാരത്തോടു കൂടി ഇതിലോട്ട് ജോയിൻ ചെയ്തേക്കുന്ന എല്ലാവർക്കും SN യുണൈറ്റഡ് മിഷന്റെ സുസ്ഥിരമായിട്ടുള്ള ഒരു നന്ദി മാത്രമല്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിലെത്തിയേക്കുന്നത് സ്വാഗതത്തിനുപരി നന്ദിയും കൂടിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഭാഷണം കേൾക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ മനസ്സിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതിലോട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. Thank you, Dr. Benny, for that excellent introduction and for leading us from the front. ഞങ്ങളുടെ എല്ലാ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും ഇതിനകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിക്കാണ് പ്രോഗ്രാം ഡിസൈഡ് ചെയ്തത്. വിജയരാജ് സാറിനാണ് അവാർഡ് കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഡയറക്ടർ ബോർഡ് അംഗം എല്ലാവരും കൂടെ പറഞ്ഞു ആദ്യമായിട്ട് അനുമോദിക്കുന്നത് SN യുണൈറ്റഡ് മിഷൻ തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഇത് തുടങ്ങുവെച്ചത്. അപ്പോൾ ചന്ദ്രമോഹൻ സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പേട്ടനാണ്. അദ്ദേഹത്തിനെ തന്നെ നമുക്ക് ഈ സമയത്ത് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു മികച്ചൊരു പരിപാടി നമുക്ക് കാഴ്ചവെക്കാൻ ഒക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വൈകിയ വേളയിൽ 36 പാർട്ടിസിപ്പൻസ് പലപ്പോഴും വെബിനാറുകൾക്ക് വളരെ പ്രയാസമുള്ള ഈ സമയത്ത് ഇത്രയും നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കിനി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന പത്മശ്രീ ഡോക്ടർ വിജയരാഘവൻ സാർ. എനിക്ക് തോന്നുന്നു ഡോക്ടർ പൽപ്പുവിന്റെ പേരിൽ ഈ കിട്ടിയിട്ടുള്ള ഈ അവാർഡ് സാറിന് പത്മശ്രീയെക്കാളും ബഹുമാനം കിട്ടുന്ന ഒന്നായിരിക്കണം. കാര്യം അത്രത്തോളം മഹത് വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപ്പു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിജയരാഘവൻ സാറിനെ ഞാൻ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. വിജയരാഘവൻ സാർ, സാറിന്റെ വീഡിയോ എക്സലന്റ് സാർ. ഈ SN മിഷൻ എന്നെ ഇതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. അതിൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇന്ന് ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മദിനമാണ്. ഡോക്ടർ പൽപ്പുവിനെ പറ്റി ഓർക്കുമ്പോൾ വളരെ വിശാലമായ ഒരു ക്യാൻവസാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ആരോഗ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, ഇങ്ങനെ പല ദിശയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയായ കാലം തൊട്ട് അച്ഛൻ പറഞ്ഞു തരുന്ന കഥകളുണ്ട് ഡോക്ടർ പൽപ്പുവിനെ പറ്റി. അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഡോക്ടർ പൽപ്പു. അച്ഛൻ പ്രധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചിരുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഡോക്ടർ പൽപ്പു എത്രത്തോളം സഹായം ചെയ്യുന്നു എന്നുള്ളതാണ്. നഗരത്തിലെ പല ഭാഗങ്ങളിലും കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി രാത്രി കമ്പിളികൾ എത്തിക്കുക, ആദ്യത്തെ ശമ്പളം തന്നെ ഇതിനു വേണ്ടി ചെലവാക്കുക, ജീവിതകാലം മുഴുക്കയും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് ഈഴവ മെമ്മോറിയലും മറ്റു പലതും അദ്ദേഹം സംഘടിപ്പിച്ചത്. ഈ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രവർത്തനങ്ങളാണ് എനിക്ക് ഒരു വലിയ മാർഗദർശനമായിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് തിരുവിതാംകൂറിൽ ജോലി നൽകാതിരുന്നത് കൊണ്ടാണ് മൈസൂർ മഹാരാജാവിൻ്റെ കീഴിൽ
സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്നതിന് ഭാഗ്യം കിട്ടിയത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നാം ഈ ജന്മദിനത്തിൽ ഓർമ്മിക്കേണ്ടത്. എനിക്ക് പോലും 1973 വലിയൊരു തിരുവനന്തപുരത്തേക്ക് വന്ന ഹൃദ്രോഗ ചികിത്സ നടക്കുന്ന കാലത്ത് ഹൃദ്രോഗ ചികിത്സകളിലെ ആധുനിക പ്രവണതകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം നമുക്കൊരു ഒരു 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 ഉന്മേഷം വരുന്നതും ഉണർവ് വരുന്നതും അദ്ദേഹത്തിനെ പറ്റി ആലോചിക്കുമ്പോഴായിരുന്നു. ഇതിലെല്ലാം ഒരു വഴികാട്ടിയായിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മൈസൂർ ഗവൺമെന്റ് അദ്ദേഹത്തെ ആധുനിക വാക്സിൻ നിർമ്മാണങ്ങൾ പഠിക്കാൻ ലണ്ടനിലേക്കും പാരീസിലേക്കും അയച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. ഇന്ത്യയിലെ തന്നെ മികച്ച വാക്സിൻ നിർമ്മാണ കേന്ദ്രം അദ്ദേഹം പടുത്തുയർത്തി. ആ ഉദ്യമനത്തിന് അങ്ങേയറ്റം സഹായ ഹസ്തം ആണ് മൈസൂർ ഗവൺമെന്റ് നൽകിയത്. നമ്മൾ ആലോചിക്കേണ്ടത് ആ കാലഘട്ടങ്ങളിൽ, അതായത് 19-ാം നൂറ്റാണ്ടാണ്, ആ കാലഘട്ടങ്ങളിൽ മൈക്രോബയോളജി ഒരു ചെറിയ ശാസ്ത്രമായിട്ടേ വളരുന്നു. വൈറോളജി വൈറസിനെ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. മൈക്രോബയോളജിയിലും വൈറോളജിയിലുമാണ് അദ്ദേഹം പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്തത്. മൈസൂർ ഗവൺമെന്റ് സഹായം കൊണ്ട് അദ്ദേഹം ലോകപ്രസിദ്ധമായ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം അവിടെ ട്രെയിനിങ്ങിന് പോയി എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഈ വിഭാഗത്തിൽ ട്രെയിനിങ് കിട്ടുന്ന ആദ്യത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കരുതുന്നത്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളുടെ ഗവൺമെന്റും നമ്മളുടെ നാടും എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത്, ഒന്നില്ലെങ്കിൽ അടുത്തു വരുന്ന വൈറോളജി ലാബറട്ടറി, തോന്നക്കൽ ഓൾ ഇന്ത്യ വൈറോളജി ലാബറട്ടറി വരികയാണ്. അതിൻ്റെയെങ്കിലും പേരിന് ഡോക്ടർ പൽപുവിൻ്റെ പേരിടുകയാണെങ്കിൽ നമ്മളുടെ എല്ലാം ചരിതാർത്ഥം ലഭിക്കുക മാത്രമല്ല, ഗവൺമെന്റിനും അതൊരു വലിയ വലിയ മുതലെടുപ്പായിരിക്കും. ഈ കോവിഡ് കാലത്ത് അദ്ദേഹത്തിന് വളരെ പ്രസക്തിയുണ്ട്. അദ്ദേഹം ഇതിനേക്കാളും ഭയങ്കരമായ പ്ലേഗ് ആണ് ബാംഗ്ലൂരിൽ നേരിട്ടത്. ആ പ്ലേഗിന്റെ നടുക്ക് നിന്നുകൊണ്ട് ധൈര്യമായി പോരാടി മരിച്ചവരെ സംസ്കരിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബങ്ങളെ അങ്ങേയറ്റം പഠിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എങ്ങനെ ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ ശ്രമിക്കുമെന്ന്. അതുകൊണ്ട് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് രോഗമുള്ള വ്യക്തികളുടെ വീട്ടുകാരെ പഠിപ്പിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ബോധവൽക്കരണത്തിന് അവർ തയ്യാറായി മുന്നോട്ട് വരുന്നത്. അതാണ് ഈ കാലത്ത് പോലും നമ്മളുടെ ആൾക്കാരെ നമ്മളുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആൾക്കാരെ പഠിപ്പിക്കുക എങ്ങനെ ഇന്നത്തെ ഈ വൈറോളജി COVID-19 നമുക്ക് എങ്ങനെ തടയാം. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയും അധികം മുന്നോട്ട് ചിന്തിച്ച ഒരു വ്യക്തിയുടെ പേരിലൊരു സ്ഥാപനം പോലും കേരളത്തിലില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആരോഗ്യ സർവകലാശാല നിലവിൽ വന്നു. അതിൻ്റെ ആലോചന നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ജനയിതാവായി നാം കരുതുന്നത് ഡോക്ടർ ഇക്ബാലാണ്. ഇക്ബാൽ തന്നെ എന്നോട് പറഞ്ഞു, ഇക്ബാൽ തന്നെ ഡോക്ടർ പൽപുവിൻ്റെ പേര് തരണമെന്ന് സജസ്റ്റ് ചെയ്തിരുന്നു. ഇനിയെങ്കിലും ഡോക്ടർ പൽപുവിൻ്റെ നാമധേയത്തിൽ ഒരു വൈറോളജി ലാബിനെങ്കിലും ആ പേരിട്ട് കിട്ടിയാൽ നമ്മുടെ ഗവൺമെന്റിന് ഒരു നേട്ടമായിരിക്കും. ആയിരത്തി 1892 ശ്രീ സ്വാമി വിവേകാനന്ദനെ അദ്ദേഹം വീട്ടിൽ സ്വീകരിച്ചത്.
റെയിൽവേ സ്റ്റേഷനിൽ പോയി തന്നെത്താൻ റിക്ഷ വലിച്ച് വിവേകാനന്ദനെ കൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് 3 മണിക്കൂർ സൽക്കരിച്ചതിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത് വിവേകാനന്ദൻ കേരളത്തിലെ തൊട്ടുകൂടായ്മയും തീണ്ടലും എല്ലാം കണ്ട് അങ്ങേയറ്റം വ്യാകുലനായിട്ടാണ് അവിടെ ചെന്നത്. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കി. അതിൽ കൂടെയാണ് ഡോക്ടർ പൽപ്പുവിന് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ഒരു പ്രചോദനമുണ്ടായത്. ഈ രോഗപരിപാലനവും രോഗചികിത്സയ്ക്കും എല്ലാം ഉപരിയായി സമൂഹത്തിനോട് നമുക്കൊരു കടമയുണ്ടെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. 1792 സ്വാമി വിവേകാനന്ദനെ കണ്ടിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുസ്വാമിയെ കാണുന്നത്. ശ്രീനാരായണ ഗുരുസ്വാമിയെ പോലെ ഒരു സ്വാമി ഡോക്ടർ പൽപ്പുവിന് മാർഗദർശിയായി വേണമെന്ന് വിവേകാനന്ദൻ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുസ്വാമിയായുള്ള സംഭാഷണത്തിൽ നിന്നാണ് പുതിയ സൗഹൃദവും ഭക്തിയും എല്ലാം കെട്ടിപ്പടുക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് മഹാകവിയായി തീർന്ന ശ്രീകുമാരനാശാൻ ബാംഗ്ലൂരിലും മദുരാശിയിലും കൽക്കട്ടയിലും പോയി ഉപരിപഠനം നടത്തുന്നത്. കുമാരനാശാന് ഇംഗ്ലീഷിൽ പരിജ്ഞാനം കിട്ടുന്നതും ഒരു ആഗോള പ്രതിഭാസമാകുന്ന ശാസ്ത്രത്തിൻ്റെ മാത്രമല്ല എഴുത്തിൻ്റെയും ഒരു കഴിവ് അദ്ദേഹത്തിന് വന്നത് ഇതുകൊണ്ടാണ്. ആശാൻ കൃതികൾക്ക് അഖില ലോക ദർശനം കൈവന്നത് ഇതിനും ഉപരിയായി ഡോക്ടർ പൽപ്പു മലയാളികളെ ഇതുകൊണ്ടാണ് ഡോക്ടർ പൽപ്പുവിനെ ശ്രീ കുമാരനാശാന് ഒരു ലോക ദർശനം കൈവന്നത്. ഈ സമയത്തുണ്ട് സ്വാമി വിവേകാനന്ദനുള്ള ഭക്തി കൊണ്ടായിരിക്കണം ഡോക്ടർ ശ്രീ കുമാരനാശാൻ രാജയോഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. രാജയോഗം അമേരിക്കയിൽ വിവേകാനന്ദൻ ചെയ്ത പ്രസംഗമാണ്. അതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് രാജയോഗം എന്ന പുസ്തകമായി കുമാരനാശാൻ തർജ്ജമ ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. എത്രയോ പ്രസിദ്ധമായ ആ പുസ്തകത്തിൻ്റെ കാരണം അതിൻ്റെ മിഡിൽമാനായി നിന്നത് നിശ്ചയമായിട്ടും ഡോക്ടർ പൽപ്പുവാണ്. കോവിഡ് രോഗകാലത്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് വരികിലും നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളുടെ നടുവിലാണ്, കർണാടകയും തമിഴ്നാടും. ഈ 2 സംസ്ഥാനങ്ങളിലും കോവിഡ് നല്ലവണ്ണം നിയന്ത്രിച്ചാൽ മാത്രമേ കേരളത്തിൽ നിയന്ത്രിക്കാനാവൂ. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വന്നാൽ മാത്രമേ കേരളത്തിൽ ഈ കോവിഡ് നമുക്ക് നിയന്ത്രിച്ച് ഇത് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അർത്ഥം തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ഒരു സംജ്ഞയാണ് ഡോക്ടർ പൽപ്പുവും ആൾക്കാർക്ക് മനസ്സിലാക്കിയത്. ആ സംജ്ഞ കൊണ്ടാണ്, ആ കുടുംബാംഗങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ്, നാട്ടുകാരെ പഠിപ്പിച്ചത് കൊണ്ടാണ്, നാട്ടുകാരെ മുഴുവൻ മനസ്സിലാക്കിച്ചത് കൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്നും പ്ലേഗ് തുടച്ചു മാറ്റപ്പെട്ടത്. ആ പ്ലേഗിൻ്റെ നടുക്ക് നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ പൽപ്പുവിന് രോഗപ്രതിരോധങ്ങളെ പറ്റി ഇത്രയധികം അറിവുണ്ടായിരുന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അസുഖം ബാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് പുറകിൽ നടന്ന ആൾക്കാർക്കും അദ്ദേഹത്തിന് ദൂരെ നിന്ന് ഉറ്റുനിൽക്കുന്ന ആൾക്കാർക്കും പ്രയോജനമായതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജയവും അത് തന്നെയായിരുന്നു. ഇന്ന് ഈ ഓർമ്മ ദിനത്തിൽ, ഈ ജന്മദിനത്തിൽ നമുക്ക് ആലോചിക്കേണ്ടത് ഡോക്ടർ പൽപ്പുവിൻ്റെ
ആ കാൽപ്പാടുകളെ പിന്തുടരുകയാണ്. ആ കാൽപ്പാടുകളെ പിന്തുടരുന്നത് 3 ദിശയിലാണ്. ഒന്ന്, രോഗപ്രതിരോധത്തെ പറ്റി, പബ്ലിക് ഹെൽത്തിനെ പറ്റിയും. 2, സമൂഹ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. 3, സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളുടെ നാട്ടിന് ഉന്നമമുണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നമുക്ക് ആ പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഈ ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് തരാനുള്ളൂ. നന്ദി, നമസ്കാരം. ദേവൻ, താങ്ക് യു വെരി മച്ച് സർ. നമുക്ക് സാറുമായിട്ടുള്ള ഇന്ററാക്ഷൻ സെക്ഷനിലോട്ട് പോകാം. ഞാനൊന്ന് ഗാലറി വ്യൂലോട്ട് ആക്കിക്കോട്ടെ. പെർഫെക്റ്റ്. നമുക്ക് സുജിത് സാറ് കാനഡയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ സാറ് ആക്റ്റീവാണ്. എനിക്കൊന്ന് ഓരോ ആഴ്ചയിലും 2 വെബിനാറെങ്കിലും സാറ് ഫോർവേഡ് ചെയ്യാറുണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിലാണ് സാറ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സുജിത് ശിവാനന്ദ് സാറിന് കേൾക്കാനുള്ളത് ഇപ്പോൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സുരേഷ് കുമാർ സർ IMAയുടെ ഫോമർ സെക്രട്ടറി ആണ്. സുരേഷ് കുമാർ സാറിനും അടുത്ത് ചോദിക്കാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സുജിത് സാർ ആദ്യം പ്ലീസ്. താങ്ക് യു ദേവൻ. ആദ്യമായി ഞാൻ ഡോക്ടർ വിജയരാഘവൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഈ അവാർഡ് കിട്ടിയതിന്. അതും ഡോക്ടർ പൽപുവിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഡോക്ടർ വിജയരാഘവന് കിട്ടിയതിൽ അതിലേറെ സന്തോഷം വരെയൊന്നുമില്ല. ഡോക്ടർ വിജയരാഘവൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അതുകൂടാതെ പക്ഷെ ഡോക്ടർ ഞങ്ങളുടെ മാത്രമല്ല, പക്ഷേ സമൂഹത്തിൻ്റെ ഒരു അസറ്റാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഈ അവാർഡ് കിട്ടുന്നത് അതിൽ പരം വേറെ സന്തോഷമൊന്നുമില്ല. പിന്നെ ഡോക്ടർ പൽപുവിനെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടതിലും വളരെ സന്തോഷം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. സുരേഷ് കുമാർ സാർ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ചന്ദ്രമോഹൻ സാറിന്റെ ടോക്കിലോട്ട് പോകാം. സുരേഷ് സാറിനെ വിളിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഈ ടോക്ക് സീരീസിന് ഗുരുപാത എന്നുള്ള പേരിട്ടത് സുരേഷ് കുമാർ സാറാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പാദങ്ങൾ പിന്തുടരുക എന്നൊരു അർത്ഥത്തോടു കൂടിയാണ് സാറ് ഞങ്ങൾക്ക് ആ പേര് നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് ഹെൽപ്പ് ചെയ്യാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്പീക്കർ ചന്ദ്രമോഹൻ സാർ ആണെന്നും അത് വിജയരാം സാറിന് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ബഹുമതി കൊടുക്കേണ്ടതെന്നും പറഞ്ഞ് നിർദ്ദേശങ്ങൾ തന്നതും സുരേഷ് കുമാർ സാറാണ്. സാർ 1 മിനിറ്റും സംസാരിച്ചിട്ട് നമുക്ക് ചന്ദ്രമോഹൻ സാറിന്റെ ടോക്കിലോട്ട്. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഡോക്ടർ പൽപു മെമ്മോറിയൽ അവാർഡ് കിട്ടിയ നമ്മുടെ എല്ലാവർക്കും സുപരിചിതനായ വിജയരാജ് സാറിന് നമസ്കാരം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വളരെ പ്രസക്തമായൊരു ടോപ്പിക്കാണ്. ഇന്ന് ഈ പ്രതിഭാധന്മാരായിട്ടുള്ള ചരിത്രത്തില് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വായന അല്ലെങ്കിൽ നല്ലൊരു പഠനം ഡോക്ടർ പൽപുവിനെ കുറിച്ച് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നിട്ട് നമ്മുടെ തലമുറയിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോവുകയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്ലേഗ് തന്നെ ശരിക്കും പറഞ്ഞാല് പ്ലേഗ് എന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ കാണുന്ന കോവിഡിനേക്കാളും ഭീകരമായ ഒരു അസുഖമാണ്. എല്ലാവർക്കും അറിയാം. ന്യൂമോണിക് പ്ലേഗ് എന്ന് പറഞ്ഞിട്ട് ഈ എയർബോൺ ഡിസീസ് ആയിട്ട് വരുന്ന പ്ലേഗ് ഉണ്ട്, എലികൾ പരത്തുന്ന രീതിയിൽ ഒക്കെ വന്നിട്ട് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളെ എന്താണ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ PPE ഇട്ടിട്ടാണ് നമ്മുടെ കോവിഡിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അന്ന് ഇങ്ങനെ PPE എന്ന് കേൾവി പോലും ഇല്ലാത്തൊരു സമയത്ത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് പ്രത്യേകിച്ച് വളരെ പ്രയാസകരമായ രീതിയിൽ വളർന്ന് അദ്ദേഹം MBBS മെഡിസിൻ പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ ജോലിക്ക് അപേക്ഷിച്ചിട്ട് അത് പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തഴഞ്ഞിട്ട് അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയി. ആ ഒരു ധിഷണാശക്തിയും ആ ഒരു മുന്നേറാനുള്ള ഒരു ത്വരയും അങ്ങനെയുള്ള ആ ഒരു അഭിവാഞ്ചയൊക്കെ ഉണ്ടായിരുന്ന ഡോക്ടർ പൽപു അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കില്ല. നേരെ മറിച്ച് ഇന്ന് ഒരാൾക്കാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ ഒതുങ്ങി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് അദ്ദേഹം ഗവൺമെന്റും മറ്റ് ആൾക്കാരെല്ലാം അദ്ദേഹത്തിന് അവസരം നിഷേധിച്ചപ്പോഴും അടുത്ത സംസ്ഥാനത്ത് പോയി അതും ഏറ്റവും പ്രയാസകരമായ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും
അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഉന്നതമായ പദവികൾ കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന ചരിത്രം എന്ന് പറയുന്നത് ചരിത്രം ആവർത്തിക്കുകയാണ്. നമ്മൾ ഇത്തരം ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇന്ന് കാണുന്ന ഈ കോവിഡിന്റെ ചരിത്രം എന്ന് പറയുന്നത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന H1N1 സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന അതിന്റെ ഒരു വേറൊരു വകഭേദമാണ്. പക്ഷെ അതിനേക്കാളും നമ്മുടെ ചരിത്രത്തിൽ പാൻഡമിക്കിന്റെ ചരിത്രം തന്നെയുണ്ട്. ആ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ തന്നെ നാട്ടിലെ ഒരാള്, അത് അയൽ സംസ്ഥാനത്ത് പോയി ചെന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര അംഗീകാരം നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇന്ന് വിജയരാജ് സാർ ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ പൽപുവിന്റെ പേരാണ് കൊടുക്കേണ്ടത്. അത് നടന്നില്ല. ഇനി അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഡോക്ടർ പൽപുവിന്റെ പേര് തന്നെ കൊടുക്കണം. അത് SN യുണൈറ്റഡ് മിഷൻ പ്രവർത്തകരും മറ്റ് സമൂഹത്തിലുള്ള മറ്റെല്ലാവരെയും ചേർത്തുകൊണ്ട്, ഇപ്പൊ SN യുണൈറ്റഡിൽ തന്നെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആൾക്കാരും ഇതിനകത്ത് പങ്കെടുക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ശ്രമം കൂടെ നടത്തണമെന്ന് സാറിന്റെ ഈ ഒരു സജഷൻ SN യുണൈറ്റഡ് മിഷൻ ഏറ്റെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് എന്റെ ഭാരവാഹികൾ ഡോക്ടർ രവീനും എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. സാറ് ചന്ദ്രമോഹൻ സാർ വരുന്നതിന് മുമ്പായിട്ട് സാറിനെ വെൽക്കം ചെയ്യുന്ന ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബെന്നിയാണ്. ബെന്നി ഒരു 2 വാക്ക് ഒന്നുകൂടെ സാറിന്റെ പ്രസൻസിലൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സാറിന്റെ പ്രഭാഷണത്തോട് പോകാം. തീർച്ചയായും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രമോഹൻ സാറിനെ കുറിച്ച് ആൾറെഡി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാലും സാറിനെ എത്ര ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും മതിവരാത്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ അവസാന കാലഘട്ടം അല്ലെങ്കിൽ തന്നെ പ്രവർത്തന കാലഘട്ടത്തിന്റെ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. വർക്കല ശിവഗിരിയുടെ താഴ്വരയിൽ ജനിച്ചു വളർന്ന് ലോകത്തിന്റെ തന്നെ നെറുകയിലെത്തിയ ഒരു വ്യക്തികളിലൊന്നാണ് ചന്ദ്രമോഹൻ സാർ. ഒരു കാർഡിയോതൊറാസിക് സർജൻ എന്ന ഉപരി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രഭാഷണങ്ങൾ, അതിനെക്കുറിച്ചുള്ള നോളജ് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുകയുണ്ടായി. അതിന്റെ ഓരോ കാലഘട്ടം, കാരണം വെച്ച് കഴിഞ്ഞാല് ശ്രീനാരായണ ഗുരുവിന്റെ പല അസോസിയേഷനിലും ചന്ദ്രമോഹൻ സാർ ഒരു ഭാഗമായിരുന്നു. അതിനോടൊപ്പം തന്നെ ചന്ദ്രമോഹൻ സാറ് ഫോമർ DME ആയിട്ടായാലും അതേ കണക്ക് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടായാലും ഏനപ്പോയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടായാലും ഇപ്പോൾ നമ്മളുടെ ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഡീൻ എന്ന ആ ഒരു പദവിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ സാമൂഹികപരമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള പല, ഈവൻ നമ്മൾ ശിവഗിരിയുടെ തീർത്ഥാടന വേളയിൽ നടന്നിട്ടുള്ള പല പ്രഭാഷണ പരമ്പരയിലും ചന്ദ്രമോഹൻ സാറ് അതിന്റെ ഒരു പാർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പൽപുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു അറിവ് തരാൻ പറ്റിയ ഒരു ആള് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരാളുമല്ല, ചന്ദ്രമോഹൻ സാർ തന്നെയാണ്. ചന്ദ്രമോഹൻ സാറിനെ ഈ ഒരു ഒറേഷന് വേണ്ടി എന്റെയും ദേണക്ക് എന്നെ SN യുണൈറ്റഡ് മിഷന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് മനോജൻ സാറിന്റെയും സാറ് പ്രത്യേകിച്ച് എന്നെ സാറിനെ ഈ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെയും SN യുണൈറ്റഡ് മിഷന്റെ എല്ലാ ബോർഡ് മെമ്പേഴ്സിന്റെയും ഇന്ന് കൂടിയ എല്ലാവരുടെയും പേരിൽ സാറിനെ ഈ ഒറേഷന് വേണ്ടി സ്വാഗതം ചെയ്തു. താങ്ക് യു ഡോക്ടർ ബെന്നി. അടുത്ത ഒരു 15-20 മിനിറ്റ് ചന്ദ്രമോഹൻ സാറിന്റെ വാക്കുകൾ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. വെൽക്കം സാർ. വെൽക്കം ഡോക്ടർ ഡെവിൻ, ഡോക്ടർ മനോജ്, ഡോക്ടർ ബെന്നി, ഡോക്ടർ സുരേഷ്. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. ആരൊക്കെ അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആദ്യം ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഈ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് ഡോക്ടർ വിജയരാഘവൻ, ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. അദ്ദേഹത്തിനെ വാസ്തവത്തിൽ ഞാൻ MCH പഠിക്കുമ്പോൾ
എൻ്റെ തീസിസ് എക്കോ കാർഡിയോഗ്രഫി ആയിരുന്നു. അന്ന് എക്കോ കാർഡിയോഗ്രഫി നമ്മുടെ ഈ രോഗനിർണയ രംഗത്തേക്ക്, കാർഡിയോളജിയിൽ രോഗനിർണയ രംഗത്തേക്ക് എക്കോ കാർഡിയോഗ്രഫി കടന്നു വരുന്ന ഒരു അവസരമായിരുന്നു. ആ സമയത്ത് ഞാനും ഡോക്ടർ ശശികുമാറും അവിടെ MCH ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളെയും കൊണ്ട് എക്കോ കാർഡിയോഗ്രഫിയിലുള്ള ഒരു ടോപ്പിക്കാണ് തീസിസിനായിട്ട് ചൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് നൽകിയ മാർഗദർശനം ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഈ അവാർഡിന്, ഡോക്ടർ പൽപ്പുവിന്റെ പേരിലുള്ള അവാർഡിന് എല്ലാ രീതിയിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആദ്യമേ അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ 157ാമത് ജന്മവാർഷികമാണ്. അപ്പോൾ 1863 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പേട്ടയിലാണ് ജനിച്ചത്. നെടുങ്ങോട് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പഴയ തറവാട്. ആ വീട്ടില് പപ്പമ്മ എന്ന് പറയുന്ന, ശരിക്കും അവരുടെ ഡോക്ടർ പൽപ്പുവിന്റെ അച്ഛൻ തച്ചക്കുടി പപ്പു എന്നുള്ള പേരിലാണെന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും മകനായിട്ടാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത്. അപ്പോൾ പൽപ്പുവിന്റെ മൂത്ത സഹോദരൻ വേലായുധൻ അന്ന് ആദ്യത്തെ ഈഴവ സമുദായത്തിലെ ആദ്യത്തെ BA ബിരുദധാരി ആയി മാറിയ ആളാണ്. അപ്പോൾ ഇവര് രണ്ടുപേരും വാസ്തവത്തിൽ കേരളത്തിലെ നവോത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഡോക്ടർ പൽപ്പുവിനെ അതിന്റെ ശരിക്കും ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു വ്യക്തിയായി കാണുന്നുണ്ടെങ്കിലും ശ്രീ വേലായുധനും അതുപോലെ അർഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ അദ്ദേഹത്തിന് പഠിക്കുന്ന കാലത്ത്, ഡോക്ടർ പൽപ്പുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് സാമ്പത്തികമായ ചില അവര് മറ്റൊരു രീതിയിൽ സാംസ്കാരികമായി നോക്കി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ വൺസ് മൗത്ത് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും പഠിച്ചവരായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ തച്ചക്കുടി പപ്പു എന്ന് പറയുന്ന ആള് ശരിക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്തത് മിഷണറിമാരുടെ സഹായത്തോടു കൂടിയാണ്. അവർക്ക് ക്രൈസ്തവരോട് പ്രത്യേക ഒരു ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ പൽപ്പുവിന്റെ അച്ഛനെയും പൽപ്പുവിന്റെ ജ്യേഷ്ഠനെയും ഒക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് സഹായിച്ചത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ. അപ്പൊ ഡോക്ടർ പൽപ്പുവിന്റെ അച്ഛൻ തന്നെ അന്ന് ശരിക്കും വക്കീൽ പണിക്ക് പോകാൻ അർഹനായിരുന്നു. അദ്ദേഹം ഈ ഒരു ജാതിയിൽ പിറന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വക്കീലാകാൻ കഴിയാതെ പോകും. അത് കഴിഞ്ഞ് ഡോക്ടർ പൽപ്പു വരുന്നതിന് മുമ്പ് വേലായുധൻ BA പരീക്ഷ പാസ്സായതിനു ശേഷം തിരുവിതാംകൂറിൽ ഒരു ജോലിക്കായിട്ട് അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം അഭയം പ്രാപിച്ചത് ബ്രിട്ടീഷ് പ്രസിഡൻസിയിലായിരുന്നു. മദ്രാസ് പ്രസിഡൻസിയിലാണ് അദ്ദേഹം അവിടെ ഒരു സിവിൽ സർവന്റായി, ഒടുവിൽ റവന്യൂ ബോർഡ് മെമ്പർ ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടെ അദ്ദേഹത്തിന് റാവ് ബഹദൂർ സ്ഥാനം കിട്ടി. റാവ് ബഹദൂർ വേലായുധൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഡോക്ടർ പൽപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ വേലായുധൻ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് സാമ്പത്തികമായി ഞെരുങ്ങേണ്ടി വന്നു. രണ്ടുപേരെ ഒരുമിച്ച് ഈ വിദ്യാഭ്യാസത്തിന് വിടുക എന്ന് പറയുന്നത് അന്ന് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അയക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ ആ കുട്ടിക്കാലത്തുള്ള ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പഠിച്ച് ഒരു ഉന്നത സ്ഥാനത്ത് എത്തണമെന്ന് ശരിക്കും മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി പൊരുതുകയായിരുന്നു. ആദ്യം മുതൽ അദ്ദേഹം പൊരുതുകയായിരുന്നു. സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തൊട്ട് തന്നെ അദ്ദേഹം പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അന്നത്തെ കാലം, അന്ന് വാസ്തവത്തിൽ മരുമക്കത്തായം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അമ്മാവന്മാരുടെ കയ്യിലാണ്, കാരണവരുടെ കയ്യിലാണ് സ്വത്തുക്കൾ മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാരണവരോട് പൊരുതി വേണം ഇതിന് ആവശ്യമായിട്ടുള്ള പൈസ ഉണ്ടാക്കി സ്കൂളിൽ ഫീസ് കൊടുക്കാറുള്ളത്. അങ്ങനെ പൊരുതുന്നതിന് പോലും അദ്ദേഹം
അവിടെ ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ടി.കെ. മാധവൻ എഴുതിയ ജീവചരിത്രമുണ്ട്, പ്രൊഫസർ എം.കെ. സാനു എഴുതിയ ജീവചരിത്രമുണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിച്ചു മുന്നേറുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന യാതനകളും അദ്ദേഹം അതിന് നടത്തിയ പോരാട്ടവും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈ മെട്രിക്കുലേഷൻ പാസ്സാകുന്നത് 1883-ലാണ്. അപ്പോ 1883 അദ്ദേഹം 1863 ജനിച്ചു. ഇത്രയും കാലം ഒരു ശരിക്ക് തടസ്സാതെ പോകുന്ന പ്രധാനമായ കാരണം അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പരിമിതികളായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനെ തരണം ചെയ്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളൊരു സ്വപ്നം കാണണമെന്ന പഴയ നമ്മുടെ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ അങ്ങനെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാകുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോരാട്ടം നടത്തുക തന്നെ വേണം എന്നുള്ള സന്ദേശമാണ് ആദ്യം മുതലേ അദ്ദേഹം നമുക്ക് തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം കോളേജിൽ ചേരുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ മെഡിക്കൽ സ്കൂളിൽ ചേരുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നത്. അദ്ദേഹം ഒരേ സമയത്ത് നമ്മുടെ തിരുവിതാംകൂറിലും അതേസമയം തന്നെ മദ്രാസ് പ്രസിഡൻസിയിലും അപേക്ഷിച്ചു. തിരുവിതാംകൂറിൽ നമ്മുടെ സ്വന്തം മഹാരാജാവിന്റെ മെഡിക്കൽ സ്കൂളിൽ ചേരുന്നതിന് വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ സായിപ്പിന്റെ ബ്രിട്ടീഷ് പ്രസിഡൻസി, അന്ന് ഈ തമിഴ്നാടും കർണാടകവും എല്ലാം കൂടി ചേർന്നിട്ടാണ് മദ്രാസ് പ്രസിഡൻസി, നമ്മുടെ മലബാർ ഉൾപ്പെടെയുള്ളതാണ് മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ മദ്രാസ് പ്രസിഡൻസിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് അപേക്ഷ ക്ഷണിക്കുകയാണ്. അതിലും അദ്ദേഹം ഒരു അപേക്ഷ സമർപ്പിച്ചു. ഇവിടെ കൊടുത്തതിനോടൊപ്പം തന്നെ അത് നമ്മുടെ തിരുവിതാംകൂറിൽ കൊടുത്ത അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. നിരസിച്ചതിന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പ്രായം കൂടിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു നിബന്ധനയൊന്നും ഉണ്ടായിരുന്നില്ല. അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഇല്ലാത്ത ഒരു നിബന്ധന അതിനുശേഷം വന്നാൽ ഇപ്പോഴാണെന്ന് വെച്ചാൽ ആളുകൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഇത് ശരിക്ക് അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങൾക്കും കൂടിയിട്ട് 2ാം സ്ഥാനവും ഇംഗ്ലീഷിന് മാത്രം 1ാം റാങ്ക് വരുന്നു. ഫസ്റ്റ് റാങ്ക് ഫോർ ഇംഗ്ലീഷ്, 2ാം റാങ്ക് ആയിരുന്നു. എല്ലാ വിഷയങ്ങളുടെയും കൂടി മാർക്ക് കൂട്ടുമ്പോൾ 2ാം റാങ്ക്. അപ്പൊ ഒരു പ്രവേശന പരീക്ഷയിൽ 2ാം റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ഈ അദ്ദേഹത്തിന്റെ ജനിച്ച ജാതിയുടെ പേരിൽ തിരുവിതാംകൂറിൽ അഡ്മിഷൻ നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് നിരാശനായിട്ട് പിൻവാങ്ങിയൊന്നുമില്ല. അദ്ദേഹം നേരെ മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ ചെന്നപ്പോൾ അവിടെ മദ്രാസ് പ്രസിഡൻസിയിൽ അദ്ദേഹം ഉന്നത റാങ്കിൽ അവിടെ LMS അദ്ദേഹത്തിന് മദ്രാസ് മെഡിക്കൽ കോളേജിൽ LMSന് ജോയിൻ ചെയ്യാൻ, LMS ഡിഗ്രിക്ക് അദ്ദേഹത്തിന് അവിടെ ജോയിൻ ചെയ്യാൻ, ലൈസൻഷിയേറ്റ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി. അപ്പൊ അതിൽ അദ്ദേഹം ജോയിൻ ചെയ്യും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ വർഷവും അദ്ദേഹത്തിന് വളരെ സ്തുത്യർഹമായ രീതിയിൽ ജയിക്കാൻ കഴിയും. എന്നിട്ട് അവസാന വർഷ പരീക്ഷയ്ക്ക് പോകുന്ന അവസരത്തിൽ അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം, ധൈര്യത്തോടു കൂടി അതിനെ നേരിടണം എന്ന് പുതിയ തലമുറയ്ക്ക് അദ്ദേഹം സന്ദേശം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ കുട്ടികൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം അതാണ്. അദ്ദേഹത്തിന് അവിടെ വെച്ച് പനി ഉണ്ടായി. ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന് പനിയും ഒക്കെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തെ തീരുമാനിച്ചത് എന്തായാലും ഇവിടെ ഇത് പഠിക്കാൻ വന്നു, ഇത് ഒരു വർഷം നഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് ചിന്തിക്കാനേ കഴിഞ്ഞില്ല. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം മെഡിക്കൽ കോളേജിലെത്തി പരീക്ഷ എഴുതി. അങ്ങനെ എഴുതിയ പരീക്ഷ അദ്ദേഹം വീണ്ടും സ്തുത്യർഹമായ രീതിയിൽ ജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച്, പ്രശ്നങ്ങളോടുള്ള ആ ഒരു സമീപനം അങ്ങനെയായിരുന്നു. അപ്പൊ ഈ LMS പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ആശ്വസിച്ചു. കാരണം അന്ന് അധികം LMSകാരൊന്നും നമ്മുടെ കേരളത്തിലും ഇല്ല. കേരളത്തെ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ പൽപ്പു. അപ്പോൾ ഡോക്ടർ പൽപ്പു കേരളത്തിൽ തിരിച്ചു വന്നു. വളരെയധികം ആഗ്രഹത്തോടു കൂടിയാണ് തിരിച്ചു വന്നിടത്ത് കേരളത്തിലെ മെഡിക്കൽ സർവീസിൽ ഒരു ഉദ്യോഗത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ
അവിടെ അദ്ദേഹത്തിന് നിഷേധിക്കുക. പക്ഷെ അവിടെയും അദ്ദേഹം നേരെ തിരിച്ച് മദ്രാസിലേക്ക് ചെന്നു. മദ്രാസ് പ്രസിഡൻസിയിൽ സാഹിബിനെ തന്നെ അദ്ദേഹം അഭയം പ്രാപിച്ചു. നമ്മളിപ്പോ നേരത്തെ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. എന്നുവെച്ചാൽ ഇവിടെ ബ്രിട്ടീഷ് ആധിപത്യം വേണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതേസമയം നമ്മുടെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിന് ഈ പാശ്ചാത്യ സംസ്കാരം നമുക്ക് പ്രചോദനം നൽകി എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടത്. അപ്പോ മദ്രാസ് പ്രസിഡൻസിയിൽ അദ്ദേഹത്തിന് ചെന്നപ്പോൾ അവിടെ ആദ്യം തന്നെ മദ്രാസ് മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു വാക്സിൻ ഡിപ്പോയില് ജൂനിയർ സൂപ്രണ്ടായിട്ട് ഡോക്ടർ പൽപ്പുവിന് ഉദ്യോഗം കിട്ടി. അത് 1890-ലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉദ്യോഗം കിട്ടി. അവിടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടത്. അവിടെ ഒരു കർണൽ കിങ് എന്ന് പറയുന്ന ഒരു സായിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ മേലധികാരി. അപ്പൊ സായിപ്പിന് ഡോക്ടർ പൽപ്പുവിന്റെ ആ ബുദ്ധിശക്തിയും ജോലിയിലുള്ള ആത്മാർത്ഥതയും കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രവണതയും കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. വളരെ കാലമെടുക്കാതെ തന്നെ, ഏതാണ്ട് 1 കൊല്ലത്തിനകം വെച്ച് തന്നെ അദ്ദേഹത്തിനെ ആ വാക്സിൻ ഡിപ്പോയുടെ സീനിയർ സൂപ്രണ്ടായിട്ട് നിയമിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദിവാന് തന്നെ തോന്നി, ഈ വാക്സിൻ ഉണ്ടാക്കാനും അത് സൂക്ഷിക്കാനും മദ്രാസിനേക്കാൾ പറ്റിയ സ്ഥലം ബാംഗ്ലൂരാണ്, മൈസൂറാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണിതല്ല. അങ്ങനെ ഡോക്ടർ പൽപ്പുവിനെയും കർണൽ കിങ്ങും ഒക്കെ ഉൾപ്പെടുന്ന ആ ടീമിനെ തന്നെ മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പറിച്ചു. പിന്നെ അവരുടെ പ്രവർത്തന രംഗം ബാംഗ്ലൂരായിട്ട് മാറി. അപ്പോൾ അത് 1891-ലാണ്. ആ അവസരത്തിലാണ് അദ്ദേഹത്തിന് സ്വാമി വിവേകാനന്ദനെ പോലും കാണാൻ കഴിയുന്നത്. ആ അവസരത്തിൽ ഈ അന്നത്തെ ദിവാനായിരുന്ന ശേഷാദ്രി അയ്യരുടെ വീട്ടിൽ വെച്ചാണ് ആദ്യം സ്വാമി വിവേകാനന്ദനെ കാണുന്നത്. അപ്പൊ സ്വാമി വിവേകാനന്ദനെ കാണുമ്പോഴാണ് കേരളത്തിലെ അന്ന് ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അന്ന് ഭ്രാന്താലയമാണ്. അങ്ങനെയുള്ള കേരളത്തെ പറ്റിയുള്ള ഒരു വർണ്ണന ഡോക്ടർ പൽപ്പു ശേഷാദ്രി അയ്യരുടെ വീട്ടിൽ വെച്ച് സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു കേൾപ്പിച്ചപ്പോ സ്വാമി വിവേകാനന്ദന്റെ കണ്ണുകളിൽ നനഞ്ഞു എന്നാണ് ജീവചരിത്രകാരൻ എന്ന് പറയുന്ന ടി കെ മാധവനാണ്. ടി കെ മാധവൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞു എന്നാണ്. അപ്പൊ അത് ശരിക്കും സ്വാമി വിവേകാനന്ദനിൽ തന്നെ ഒരു മാനസാന്തരം ഉണ്ടാക്കും. ആ ശരിക്കുള്ള ഈ നമ്മുടെ ഈ ഹിന്ദുത്വത്തിന്റെ അതിന്റെ അന്നത്തെ അവസ്ഥ, ജാതി വ്യവസ്ഥയുടെ ആ ഏറ്റവും മോശമായ ഭാഗത്തെ പറ്റി അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡോക്ടർ പൽപ്പുവിലൂടെ ആണ് എന്നാണ് ജീവചരിത്രകാരൻ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ കേരളം സന്ദർശിക്കാനൊക്കെ ഈ ഡോക്ടർ പൽപ്പുവുമായിട്ടുള്ള സന്ദർശനം അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം തിരിച്ചും ഡോക്ടർ പൽപ്പു അങ്ങോട്ടും സ്വാമി വിവേകാനന്ദനെ സഹായിച്ചിട്ടുണ്ട്. ചിക്കാഗോയിൽ പോകാനൊക്കെ സഹായിച്ചതിൽ ഒരാള് ഡോക്ടർ പൽപ്പു തന്നെയാണ്. അപ്പോ ഇങ്ങനെ ആയിരുന്നു അവിടെ ഇങ്ങനെ. അതിനിടയ്ക്ക് അദ്ദേഹം കേരളത്തിൽ വരികയും പല കാര്യങ്ങൾ ചെയ്തു. 1891 തന്നെ അദ്ദേഹം കേരളത്തിൽ തിരിച്ചു വന്നു. കേരളത്തിൽ തിരിച്ചു വന്ന് 1891 മലയാളി മെമ്മോറിയൽ, 10,000-ലധികം ആളുകൾ ഒപ്പിട്ടിട്ടുള്ള മലയാളി മെമ്മോറിയൽ ആ കാലഘട്ടത്തിൽ. അപ്പൊ ഈ പുറത്തുനിന്ന് വന്ന തമിഴ് ബ്രാഹ്മണർ ഭരിക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു മാസ് മെമ്മറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. ആ മലയാളി മെമ്മോറിയലിലെ ശങ്കർ മേനോനാണ് ഫസ്റ്റ് ആള്, ബാരിസ്റ്റർ GP പിള്ളയാണ് രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള് ഡോക്ടർ പൽപ്പുവാണ്. അപ്പൊ ഈ ഭീമഹർജി അത് കൊണ്ടുപോയി ശ്രീമൂലം തിരുനാളിന്റെ കയ്യിൽ ഇത് കൊടുത്തു. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി. മറ്റ് സമുദായങ്ങൾക്കെല്ലാം വളരെ ഗുണമുണ്ടായെങ്കിലും ഡോക്ടർ പൽപ്പുവിന്റെ സമുദായത്തിന് കാര്യമായ ഗുണമുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പൽപ്പു ഒരു ഈഴവ മെമ്മോറിയൽ, മറ്റേതിൽ 10,000-ലധികം പേരാണെങ്കിൽ ഇത് 13,000-ലധികം ആളുകൾ ഒപ്പിട്ട
ഒരു ഭീമഹർജി അദ്ദേഹം അതും ശ്രീമൂലം തിരുനാളിന്. അതുകൊണ്ടും ഫലമുണ്ടായില്ല. അത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് അന്നത്തെ ദിവാൻ തിരുവിതാംകൂറിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് വേറൊരു ഹർജി കൊടുത്തത് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ദിവാൻ പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ കാര്യമാണിത്, ഇങ്ങനെ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ല, നിങ്ങളുടെ ആളുകളെ ഉദ്യോഗത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല, ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് നാട്ടുരാജ്യം നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ കൈകടത്താനുള്ള സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് ആഗ്രഹിക്കുന്നുമില്ല എന്നങ്ങനെ അദ്ദേഹം പറഞ്ഞു. എങ്കിലും അദ്ദേഹം ഇത് ശരിക്കും ഈ ഇന്ത്യ സെക്രട്ടറിയുമായിട്ട് ഡിസ്കസ് ചെയ്തു, ചില ഇളവുകൾ ചെയ്യാനായിട്ട് രാജാവിനോട് നിർദ്ദേശിച്ചു എന്നുമാണ് ഈ ജീവചരിത്രകാരൻ പറഞ്ഞത്. അപ്പോ ഈ ഇത് നടക്കുന്നത് 1891 നിരന്തരം അദ്ദേഹം ഇങ്ങനെ ഈ സാമൂഹ്യമായിട്ടുള്ള ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരം അദ്ദേഹം കത്തുകളും ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. ഇതെല്ലാം ഇവിടെ പറയാനുള്ള സമയമില്ല. എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പത്രദ്വാര, അത് മലയാളം പത്രത്തിൽ അല്ല, മലയാളം പത്രത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷ് പത്രങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ നിരന്തരം ഈ അനീതിയെ പറ്റി ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇതൊക്കെ അവസാനമായി ഇത് ഈ ദിവാൻ ശങ്കര സുബ്ബയ്യൻ ഇത് അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് ഈ ട്രീറ്റ്മെന്റ് ഓഫ് ഈഴവാസ് ഇൻ ട്രാവൻകൂർ എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ബുക്ക് തന്നെ രചിച്ചു. ഡോക്ടർ പൽപ്പു ഇംഗ്ലീഷിലാണ് അദ്ദേഹം ആ ബുക്ക് രചിച്ചത്. അതിനെ പിന്നെ CV കുഞ്ഞിരാമൻ അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ രണ്ട് കാര്യങ്ങളും ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അന്ന് മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന അവരുടെ ടീം ഒരു വാസ്തവത്തിൽ ഈ വാക്സിൻ നിർമ്മാണത്തിൽ പുതിയ ഒരു അധ്യായം തന്നെ അവിടെ തുറന്നു എന്നുള്ളതാണ്. അന്ന് മൈസൂരിൽ ഉണ്ടാക്കുന്ന ഈ ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്ന ലിംഫ് വാക്സിനും എല്ലാ സ്ഥലത്തും അതിന് വലിയ പിടിയായി. അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ നേരിട്ട് ഉത്തരവിട്ടു എല്ലാ പ്രസിഡൻസികളും ഈ ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്ന ലിംഫ് വാങ്ങണം എന്ന്. അതിന്റെ ക്വാളിറ്റി, ഇതിന്റെ ഗുണനിലവാരം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദിവാൻ ശേഷാദ്രി അയ്യർ ഡോക്ടർ പൽപ്പുവിനോട് ഈ വാക്സിൻ നിർമ്മാണത്തിന്റെ നൂതന സംഗീതങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നതിനെ പറ്റി സംസാരിച്ചു. ഇംഗ്ലണ്ടിൽ പോയി നിങ്ങൾ അതിനെപ്പറ്റി പുതിയ കാര്യങ്ങൾ അറിവ് നേടിക്കൊണ്ട് വരണം, അത് നമ്മുടെ രാജ്യത്തിന് തന്നെ, ഈ രാജ്യത്തിന് തന്നെ ഗുണകരമായി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പൽപ്പു അത് സമ്മതിച്ചു. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് തന്നെ, ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് തന്നെ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ഡോക്ടർ പൽപ്പു ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് ഇരിക്കുന്ന ഒരു സമയം. അപ്പൊ 1898 അന്ന് പ്ലേഗിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, പ്ലേഗ് ആദ്യം നമ്മൾ കേൾക്കുന്ന 14-ാം നൂറ്റാണ്ടിൽ ഈ മധ്യേഷ്യയിൽ നിന്ന് പ്ലേഗ് പടർന്ന് യൂറോപ്പിലെത്തി. യൂറോപ്പിൽ ഉണ്ടായ ആ പ്ലേഗ് ബാധയുടെ ഫലമായിട്ട് യൂറോപ്പിന്റെ ജനസംഖ്യയുടെ തന്നെ 1/3 മുതൽ പകുതി വരെ ആളുകൾ ചത്തൊടുങ്ങി എന്നാണ്, മരിച്ചൊടുങ്ങി എന്നാണ് പറയുന്നത്. കാരണം ആ കാലഘട്ടമാണ്. അപ്പൊ ഇത് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് ചെറുതായിട്ടൊന്ന് അറിയാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് റെയിൽവേ സ്റ്റേഷനുകളിലും എയറോഡ്രോമിലും ഒക്കെ ഇറങ്ങുന്നവർക്ക് രക്തപരിശോധന നിർബന്ധമാണ്. അതുപോലെ ക്വാറന്റൈനും നിർബന്ധമാണ്. അപ്പോ 1898 ഒരു ലോക്കോ സൂപ്രണ്ട്, റെയിൽവേയുടെ ഒരു ലോക്കോ സൂപ്രണ്ടും അദ്ദേഹത്തിന്റെ ബട്ട്ലറും കൂടി വന്നത്.
വന്നിറങ്ങിയപ്പോൾ തന്നെ ബ്ലഡ് പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ട് ഇവരെ ക്വാറന്റൈനിലേക്ക് വിട്ടു. അപ്പൊ അത് ആ ക്വാറന്റൈൻ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഏർപ്പാട് ചെയ്തു. ഇതിൽ ഈ ബട്ട്ലർക്ക് ടെസ്റ്റ് പോസിറ്റീവായി, അയാൾക്ക് പ്ലേഗ് വന്നു. അയാള് ആ മാസം തന്നെ അയാൾ മരിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ പ്ലേഗ് പടർന്നു പിടിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലേഗ് ഇങ്ങനെ പടർന്നു പിടിക്കാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ മരിക്കാൻ തുടങ്ങി. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ അത് 1/3 മുതൽ 30 മുതൽ 50% വരെ മരണമുണ്ടാക്കിയ ഒരു അസുഖമാണ്. എന്താണ് പ്ലേഗ്? പ്ലേഗ് ഒരു ബാക്ടീരിയൽ ഡിസീസ്, യെസ്റ്റീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയം ഉണ്ടാക്കുന്ന രോഗമാണ് പ്ലേഗ്. അപ്പൊ പ്ലേഗിന്റെ പ്രധാനമായിട്ട് എന്താ പ്ലേഗ് ആണെന്ന് എങ്ങനെ അറിയുന്നത്? പ്ലേഗ് ആണെന്ന് അറിയുന്നത് ഈ ഇപ്പൊ നമ്മൾ കോവിഡിനെ പറ്റി പറയുന്നത് പോലെ. കോവിഡ് നമുക്ക് തന്നെ ഓർമ്മയുണ്ട്, നേരത്തെ സാർസ് എന്ന പേരിൽ 2003 വന്നു. മെർസ് എന്ന പേരിൽ അത് 2012 വന്നു. അത് ഇപ്പൊ 2019 അത് കോവിഡ് എന്ന പേരിൽ വന്നിരിക്കുന്നത്. അത് കൊറോണ വൈറസിന്റെ ആണ് ഞാൻ പറയുന്നത്. മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൊറോണയുടെ വെറൈറ്റികളാണ്. ശരിക്കും കിരീടത്തിന്റെ രൂപത്തിലുള്ള ഒരു വൈറസ്. അപ്പൊ ഇതില് ഈ മെർസിന് 35% മരണനിരക്കുണ്ടായി. സാർസിന് 10% കൂടുതൽ മരണനിരക്കുണ്ട്. എന്നാൽ ഈ COVID-19 മരണനിരക്ക് വാസ്തവത്തിൽ 1 മുതൽ 4% വരെ പറയുന്നുണ്ടെങ്കിൽ കേരളത്തെ 0.35 എന്ന് ഞാൻ കേട്ടു. കാരണം വളരെ മരണനിരക്ക് കുറവാണ്. പ്ലേഗ് അങ്ങനെയല്ല. പ്ലേഗിന് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ കാലം ഇന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇന്ന് പ്ലേഗ് വന്നാൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ്, ആന്റിബയോട്ടിക്സ് ഉണ്ട് കൊടുക്കാൻ. ഈ പ്ലേഗ് ഉണ്ടാക്കുന്ന യെസ്റ്റീനിയ പെസ്റ്റിസ് ആന്റിബയോട്ടിക്സിന് സെൻസിറ്റീവുമാണ്. അന്നത്തെ അവസ്ഥ അതല്ല. ആന്റിബയോട്ടിക് അലക്സാണ്ടർ ഫ്ലെമിംഗ് വന്നത് 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥത്തിലാണ്. ഈ കാര്യങ്ങൾ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലാണ്. അപ്പൊ ആന്റിബയോട്ടിക് ഇല്ലാത്ത, വാക്സിനുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ് ഈ പ്ലേഗ് മഹാമാരി നമ്മുടെ സത്താൻ, അതായത് തെക്കൻ കേരളത്തിൽ, തെക്കൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ഇപ്പൊ ബാംഗ്ലൂർ പട്ടണത്തിലാണ് ഇത് പ്രധാനമായും വന്നുണ്ടായത്. ഇപ്പൊ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇതിങ്ങനെ ഒരു ശരിക്കും കാട്ടുതീ പോലെ അങ്ങ് പടർന്നു പിടിക്കാൻ, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മരണഭീതി കൊണ്ട് ഇപ്പൊ ആരാണിത് കൺട്രോൾ ചെയ്യേണ്ടത്? എല്ലാവർക്കും അറിയാം, ഇതിന് വാക്സിൻ ഇല്ല, ഇതിന് ആന്റിബയോട്ടിക്സ് അന്ന് കണ്ടുപിടിച്ചിട്ടില്ല, മരുന്നില്ല, പ്രതിരോധത്തിനുള്ള മരുന്നുകളില്ല. എന്താണ് ഈ അസുഖം എന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു കാര്യം. ഇത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകർ പോലും ബാംഗ്ലൂരിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി അന്നത്തെ സിവിൽ സർവീസിൽ ഏറ്റവും പ്രഗത്ഭനെന്ന് പിന്നെ അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ ദിവാനായി വന്നു, CP മാധവറാവു. മാധവറാവുവിനോട് ഈ പ്ലേഗ് കമ്മീഷണറായി ചാർജ് ഏറ്റെടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഈ ചലഞ്ചസ് ഏറ്റെടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ ഈ ഫീൽഡിൽ, ഈ രോഗപ്രതിരോധ രംഗത്ത് സൂക്ഷ്മാണുവിന്റെ ശാസ്ത്രത്തെ പറ്റി അറിവുള്ള, അതിനെ പ്രതിരോധിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള
ഒരു ഉള്ള ആ ഒരു പേഴ്സണാലിറ്റിയാണ് എനിക്ക് ആവശ്യമായി. ഡോക്ടർ പൽപുവിനെ പ്ലേഗ് ഓഫീസറായി എന്റെ കൂടെ വെക്കാമെങ്കിൽ മാത്രമേ ഞാൻ പ്ലേഗ് കമ്മീഷണർ എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുള്ളൂ എന്ന് അദ്ദേഹം ഗവൺമെന്റ് സമ്മതിച്ചു. വളരെ മനസ്സോടെയാണ് അത് സമ്മതിച്ചത്. ദിവാൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്, ഡോക്ടർ പൽപുവിനെ വിളിച്ചിട്ട്. കാരണം ഈ ഗവൺമെന്റ് തന്നെ താല്പര്യമെടുത്തത് അദ്ദേഹത്തെ ഈ യൂറോപ്പിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിരിക്കുക. അപ്പൊ ആ സമയത്താണ് അത് മാറ്റിവെച്ചുകൊണ്ട് പ്ലേഗ് ഓഫീസറായിട്ട്, പ്ലേഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണം നമ്മൾ കയ്യിലോട്ട് വാങ്ങുകയാണ്. അന്നത്തെ സാഹചര്യത്തിൽ രോഗം വന്നാൽ മരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഡോക്ടർ പൽപു പ്ലേഗ് ഓഫീസറായിട്ട് ചാർജ് ചെയ്തു. നമ്മളിപ്പോ കൂടുതലും ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നാം ഇത് ചർച്ച ചെയ്യുന്നത് ഒരു പകർച്ചവ്യാധി ഈ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു പാൻഡമിക്, ആ പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ ഡോക്ടർ പൽപു വന്നത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത്? ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഗൗരവമുള്ള ഒരു സാഹചര്യമായിരുന്നു എന്നിട്ടായിരുന്നു. അപ്പോ ഇതിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ പ്ലേഗിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലേഗ് 3 തരത്തിലുള്ള പ്ലേഗ്. ഒന്ന് ബിബോണിക് പ്ലേഗ്, ലിംഫ് നോഡുകളെ ബാധിക്കുന്ന ബിബോണിക് പ്ലേഗ്. ഏത് പ്ലേഗ് വന്നിരുന്നാലും, ഈ എന്ത് അസുഖം വന്നിരുന്നാലും അവസാനം അത് കാർഡിയോ റെസ്പിറേറ്ററി, നമുക്കെല്ലാം അറിയാം, കാർഡിയോ റെസ്പിറേറ്ററി ഫെയിലിയറിൽ ചെന്ന് അവസാനിച്ചിട്ടാണ് മരണം സംഭവിക്കുന്നത്. എന്നാലും ബിബോണിക് പ്ലേഗ് ഈ ലിംഫ് നോഡുകളെയാണ് ബാധിക്കുന്നത്. രോഗത്തിന്റെ തുടക്കമാണ് ലിംഫ് നോഡിലാണ്. അതുകൊണ്ടാണ് അതിനെ ബിബോണിക് പ്ലേഗ് എന്ന് പറയുന്നത്. ഇനി സെപ്റ്റിസിമിക് പ്ലേഗ് ഉണ്ട്. സെപ്റ്റിസിമിക് പ്ലേഗ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പനിയും വിറയിലും ഒക്കെ കൂടി വന്നിട്ട് പെട്ടെന്ന് പേഷ്യന്റ് അങ്ങ് ഷോക്കിലേക്ക് പോകും. സെപ്റ്റിസിമിക് ഷോക്കിലേക്ക് പോകും. സെപ്റ്റിസീമിയ അങ്ങനെ ഷോക്കിലേക്ക് പോയി ഡെത്തായി പോവുകയാണ് ചെയ്യുന്നത്. ന്യൂമോണിക് പ്ലേഗ് എന്ന് പറഞ്ഞാൽ ഈ കൊറോണയെ പോലെയാണ്. ന്യൂമോണിക് പ്ലേഗ് എന്ന് പറയുന്നത് ശരിക്കും ശ്വാസകോശമാണ്, ശ്വാസകോശത്തെയാണ് ഈ ബാക്ടീരിയ ആക്രമിക്കുന്നത്. ശ്വാസം മുട്ട്, ചുമ, തൊണ്ടവേദന, പനി, ഇതെല്ലാം കൂടി വരുന്നതാണ് ന്യൂമോണിക് പ്ലേഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ 3 തരം പ്ലേഗ് ആണ് ഉള്ളത്. അപ്പൊ ഇത് അവിടെ നമ്മളിപ്പോ ബ്യൂബോണിക് പ്ലേഗ് വന്നിരുന്നാലും അത് ചിലപ്പോൾ ന്യൂമോണിക് പ്ലേഗ് ആയിട്ട് മാറാം. രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള രൂപാന്തരങ്ങൾ സംഭവിക്കാം. എന്തായാലും അവസാനം ഈ പറഞ്ഞതുപോലെ ഈ കാർഡിയോ റെസ്പിറേറ്ററി ഫെയിലിയർ ആണ് മരണം. പ്ലേഗ് വന്നു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതാണ് അന്നത്തെ ഒരു സങ്കല്പം. അപ്പൊ ഈ പ്ലേഗ് ബാധയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പൽപു അനുവർത്തിച്ച ആ നയം എല്ലായിടത്തും എനിക്ക് തോന്നുന്നത് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനെ മറ്റുള്ളവരും കൂടി ഇത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയും. ഇപ്പോ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ഇതിനെ ചെയ്യാവുന്ന കാര്യം തടയുക എന്നുള്ളതാണ്. അതിന് ഒന്ന്, ഈ ന്യൂമോണിക് പ്ലേഗിന് മാത്രമേ ഉള്ളൂ പേഴ്സൺ ടു പേഴ്സൺ, അതായത് ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇത് പകരുക എന്ന് പറയുന്നത് ഈ ന്യൂമോണിക് പ്ലേഗിന് മാത്രം. ബിബോണിക് പ്ലേഗിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ഈ റോഡൻ ഫ്ലീ ഇത് ശരിക്കും ഈ പറഞ്ഞ പ്ലേഗിന്റെ രോഗാണു ബാക്ടീരിയം പെസ്റ്റിസ് എന്ന് പറയുന്ന ആ ബാക്ടീരിയം പെറ്റുപെരുകുന്നത് റോഡൻസിലാണ്, എലികളിലാണ്. അപ്പൊ എലികളിലാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ ഇങ്ങനെ കൊതുക് കടിച്ച് കൊതുക് വന്ന് നമ്മളെ കടിക്കുമ്പോഴാണ് ബ്യൂബോണിക് പ്ലേഗ്. കൊതുക് വഴിയാണ്.
കൊതുക് എന്ന് പറയുന്നത് ഈ റോഡൻ ഫ്ലീ, അതിന് പ്ലേഗ് ഫ്ലീ എന്ന് പറയുവാൻ. പ്ലേഗ് ഫ്ലീ ബൈറ്റ് കൊണ്ടാണ് ബിബോണിക് പ്ലേഗ്. അതേസമയം ന്യൂമോണിക് പ്ലേഗിന് ഒരു വ്യത്യസ്തത. ഈ അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്താലും ഈ ബിബോണിക് പ്ലേഗും ഉണ്ടാകാം. അതായത് ഈ എലിയെ തന്നെ കൈകാര്യം ചെയ്യുന്ന ചിലപ്പോൾ ആകസ്മികമായിട്ടായിരിക്കും അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെയും വരാം, ഡയറക്റ്റ് കോണ്ടാക്ട് കൊണ്ടും വരാം. അല്ലാതെ ഈ പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്റ്റിൽ വരുന്നത്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെ വരുന്നത് ന്യൂമോണിക് പ്ലേഗിൽ. അപ്പൊ ഇത് ശരിക്കും വ്യാപകമായിട്ട് അവയർനെസ് ക്രിയേഷൻ, ബോധവൽക്കരണം അദ്ദേഹം സ്വീകരിച്ച ഒരു മെത്തേഡ്. ഇതിന്റെ പകരുന്ന രീതിയെപ്പറ്റി താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് പോലും ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു ആശയപ്രകടനം, അതായിരുന്നു ഒരു മെത്തേഡ് അദ്ദേഹം സ്വീകരിച്ചു. രണ്ടാമത്തെ മെത്തേഡ് വ്യാപകമായിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് 2 ക്യാമ്പുകളാണ് അദ്ദേഹം പ്രധാനമായിട്ടും ശരിയാക്കി. ഒരു ക്യാമ്പ് എക്സ്ക്ലൂസീവ്ലി ഫോർ പേഷ്യൻസ്, ടെസ്റ്റ് പോസിറ്റീവ് പേഷ്യൻസ്. അവരെല്ലാം ക്യാമ്പ്. മറ്റൊരു ക്യാമ്പ് സസ്പെക്ട്സ് ആണ്, പിന്നെ ക്വാറന്റൈൻ വേറെ ഉണ്ടല്ലോ. അപ്പൊ ഇതില് ഈ ശരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ സെപ്പറേറ്റ് ക്യാമ്പുകളിലാണ് അദ്ദേഹം. അപ്പൊ ഇതില് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അതുകൊണ്ട് സഹിക്കേണ്ടതായിട്ട് വന്നു. വലിയ പ്രതിസന്ധികൾ അദ്ദേഹത്തിനുണ്ട്. കാരണം ക്യാമ്പിൽ ഒരു പ്രാവശ്യം ക്യാമ്പിൽ കൊണ്ടിട്ട ആൾക്കാര് ഈ മുസ്ലിംസ്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ സ്ത്രീകളെ അവര് ഒരുപാട് പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവരെ അവിടെ കൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ താമസിപ്പിച്ചത് അന്നത്തെ യാഥാസ്ഥികരായ മുസ്ലിങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അങ്ങനെ അവര് വാസ്തവത്തിൽ ഡോക്ടർ പൽപുവിനെ ആക്രമിക്കാൻ വന്നു. പൽപുവിനെ മാത്രമല്ല, ദിവാൻ ശേഷാദ്രി അയ്യരുടെ അവിടെ കാവൽ നിന്നിരുന്ന പട്ടാളക്കാരെ ആക്രമിച്ച് മാറ്റി അവരകത്ത് കടക്കുക വരിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ബ്രാഹ്മിൻ, സ്ത്രീകൾ എന്നുള്ളതല്ല, ബ്രാഹ്മിൻസിനെ കൊണ്ടുവന്ന് മറ്റ് കാസ്റ്റ് ഹിന്ദുസ് അല്ലാത്ത ആളുകളുടെ കൂടെ ക്യാമ്പിൽ താമസിപ്പിക്കുന്നതിനെതിരെയും ശക്തമായ പ്രതിഷേധം. അപ്പൊ ഇതിനൊക്കെ ഡോക്ടർ പൽപു അതിനൊക്കെ തരണം ചെയ്തത്, അവരോടൊന്നും വാദിക്കാനോ ജയിക്കാനോ അദ്ദേഹം പോയില്ല. അവരോട് വളരെ സ്നേഹമസൃണമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം എല്ലാ സ്ഥലത്തു നിന്നും അദ്ദേഹം വളരെ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് അംഗരക്ഷകരെ കൊടുത്തു. അദ്ദേഹത്തിന്റെ മുൻപിലും പിന്നിലും പട്ടാളക്കാർ നടക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ കോവിഡിന്റെ കാലത്ത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അന്ന് ഈ ആളുകളെ, രോഗികളായിട്ടുള്ള ആൾക്കാരെ ഒരു പ്രത്യേക ക്യാമ്പിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ചെയ്തതിന് ഫലവും ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. അത്രയും കർക്കശമല്ലാത്തത് കൊണ്ട് നമുക്ക് അത് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്നു. അപ്പൊ അങ്ങനെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ക്യാമ്പുകളിൽ താമസിപ്പിച്ചു എന്നതോടൊപ്പം തന്നെ ആളുകളെ മുഴുവൻ കൂട്ടിയിട്ടൊന്നുമില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അന്നും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ദിവസേന ജോലി ചെയ്ത് ജീവിക്കും. അപ്പൊ അവര് ജോലിക്ക് പോക്കൂടെ, തൊഴിലിടങ്ങളെല്ലാം അടച്ചിടണം എന്നൊന്നും ഡോക്ടർ പൽപുവിന്റെ ആ പ്ലേഗിന്റെ സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ജോലി എടുക്കണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം, അതൊക്കെ തുറന്നു തന്നെ പ്രവർത്തിക്കും. പക്ഷേ ശരിക്കും അവർക്ക് അവരെ നല്ല ബോധത്തോടു കൂടിയാണ് അവർ ജോലിക്ക് പോകുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ. പകർച്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഒരു വളരെ ഫലപ്രദമായി അദ്ദേഹം ചെയ്തത്, ഇത് റോഡന്റിൽ കൂടിയാണല്ലോ പകരുന്നത്. 2 കാര്യങ്ങളാണുള്ളത്.
ഒന്ന്, ഈ റോഡന്റിനെ ശരിക്കും റോഡന്റ് മാത്രം പോരാ, ഈ റോഡൻ ഫ്ലീയും കൊണ്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ റോഡൻസിനെ നശിപ്പിക്കണം. എലി നശീകരണം അത് ഈ ബാംഗ്ലൂരിലെ ഒരു പ്രധാന കർത്തവ്യമായിട്ട് മാറി. ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമല്ല, ജനങ്ങളുടെ മുഴുവൻ ഒരു പ്രയോറിറ്റി ഐറ്റമായിട്ട് മാറി എലി നശീകരണം. അപ്പൊ അങ്ങനെ എലികളെ പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് എല്ലാ ഓഫീസുകളിലും ജീവനോടെ എലികളെ പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് പാരിതോഷികം കൊടുക്കാം. വളരെ ചെറിയ പാരിതോഷികമാണ്. അന്ന് ചക്രത്തിനും അതുപോലെ അണയ്ക്കും ഒക്കെ നല്ല വിലയുള്ള കാലമാണ്. അപ്പൊ ഏതാണ്ട് 5000-ൽ പരം രൂപ ചെലവാക്കിയപ്പോ 92,25,116 എലികളെ പിടിച്ച് നശിപ്പിക്കാൻ, അങ്ങനെ ഫലപ്രദമായിട്ട് എലി നശീകരണം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന്. ഇനിയുള്ളത് ഈ റോഡൻ ഫ്ലീ, അതിന്റെ ബൈറ്റാണ്. അത് കടിക്കുമ്പോഴാണ് ഈ രോഗാണു രക്തത്തിലേക്ക് കയറുന്നത്. അപ്പൊ അതിന് സാധാരണ കൊതുക് വല തന്നെ അദ്ദേഹം ഉപയോഗിച്ചു. അത് വല ഉപയോഗിക്കുന്നതിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിർദ്ദേശം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ ഫ്രം ഈ റോഡൻ ഫ്ലീ ത്രൂ നെറ്റ്സ്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലിടങ്ങൾ, where you are working, there also they will be provided with nets in the windows. Doors must be kept closed. അപ്പോ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ റോഡൻ ഫ്ലീ വന്ന് കടിക്കാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചു. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന, നിങ്ങൾ യാത്ര ചെയ്യുന്ന പബ്ലിക് കൺവെയൻസ് സിസ്റ്റം, ബസ്സുകൾ, ട്രെയിനുകൾ, ട്രെയിൻ ഉണ്ടോ എന്ന് എനിക്കറിയാൻ, പബ്ലിക് കൺവെയൻസ് സിസ്റ്റം, അതും ഒക്കെ ഈ റോഡൻ ഫ്ലീ ഫ്രീ ആക്കി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഒരു കൊല്ലത്തിനകത്ത് ഇത് ഈ പ്ലേഗ് ബാധ അവിടെ പൂർണ്ണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിനുള്ള അനേകം റിവാർഡുകൾ നമ്മൾ കൊടുത്തത് അല്ല, നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റൽ ഏജൻസീസ് മതി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് 1890 അല്ല 98-ലാണ് ഇത് സംഭവിച്ചത്. 98-ല് കഴിഞ്ഞ 1899 അദ്ദേഹത്തിന് ഇത് നിയന്ത്രിക്കാൻ, 1899 പൂർണ്ണമായിട്ടും ഇത് നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് യാത്രയാകാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് അയക്കുകയും അവിടെ അദ്ദേഹത്തിന് ഉപരിപഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിരുന്നു, യൂറോപ്പിൽ ഏർപ്പെടുത്തി. അദ്ദേഹം ഫ്രാൻസ്, ജർമ്മനി, UK ഈ 3 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് പോയത്. അവസാനം അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ആണ്. ഒന്ന്, റോയൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന് FRC എന്താണ് പബ്ലിക് ഹെൽത്ത്, FRCPH ഫെലോ ദി റോയൽ കോളേജ് പബ്ലിക് ഹെൽത്ത്. നമ്മള് FRCS പോലെ തന്നെ അദ്ദേഹം FRCSന് പിന്നെ ട്രൈ ചെയ്തു, MRCS വരെ എത്തിയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തിരിച്ചു വരേണ്ടി വന്നു. അപ്പൊ അങ്ങനെ 2 കാര്യങ്ങൾ, ഒന്ന് DPH, ഡിപ്ലോമ ഇൻ പബ്ലിക്, മറ്റൊന്ന് ഫെലോഷിപ്പ് ഓഫ് ദി റോയൽ കോളേജ് ഇൻ പബ്ലിക്. ഈ 2 ബിരുദങ്ങളും അവിടെ നിന്ന് കരസ്ഥമാക്കി. ഏതാനും ചില പബ്ലിക്കേഷൻസും അദ്ദേഹത്തിനുണ്ട്. അവിടെ നിന്നുള്ള പബ്ലിക്കേഷൻസ് അതൊക്കെ നേടിക്കൊണ്ട് ഒരു വർഷത്തെ വിദേശ ജീവിതം, പാശ്ചാത്യ ജീവിതം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും ഇവിടെ തിരിച്ചെത്തിയപ്പോ പിന്നെയും ഈ വിഷൂചിക, എനിക്ക് തോന്നുന്നു വിഷൂചിക എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ ആയിരിക്കും എന്ന് തോന്നുന്നു, അത് തടയാനും അദ്ദേഹത്തെയാണ് നിയോഗിച്ചത്. അതിനെ സംബന്ധിച്ച്
ചില തർക്കങ്ങളൊക്കെ നടന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിജയം തന്നെ. അപ്പോ ഈ പൊതുജനാരോഗ്യ രംഗത്ത് ഇപ്പോ ഡോക്ടർ പൽപുവിനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, പിന്നെ അദ്ദേഹം ചെയ്ത മറ്റ് ഈ കാര്യങ്ങളൊക്കെയാണ്. സ്വാമി വിവേകാനന്ദനുമായി ഉണ്ടായിരുന്ന സംഭാഷണം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ തിരുവിതാംകൂർ ദിവാനുമായി നടത്തിയ പോരാട്ടം, അദ്ദേഹത്തിന്റെ രചനകൾ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ. പക്ഷെ അദ്ദേഹം പ്രാഥമികമായും ആത്യന്തികമായ അദ്ദേഹം ഒരു ഭിഷഗ്വരനെ, അതിസമർത്ഥനായ വിദ്യാർത്ഥിയെ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോകാറ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ തിളക്കമാർന്ന രണ്ട് കാര്യങ്ങളാണ്. അദ്ദേഹം സാമൂഹ്യ രംഗത്ത് ചെയ്ത സംഭാവനയാണ് ഏറ്റവും. നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് സരോജിനി നായിഡു അദ്ദേഹത്തെ ഇന്ത്യയുടെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്നാണ്. എന്തുകൊണ്ടാണ് അനശ്വരനായത്? അത് ആ വ്യക്തിത്വത്തിന്റെ ഒരു വ്യത്യസ്തതയാണ്. നമ്മൾ സാധാരണ കാണുന്ന വിപ്ലവകാരികളെ പോലെ ആയിരുന്നില്ല അത്. അതുകൊണ്ടാണ് സരോജിനി നായിഡു അങ്ങനെ പറഞ്ഞത്. അപ്പോ ഡോക്ടർ പൽപുവിന്റെ പേരിൽ നമ്മളൊരു അവാർഡ് ഏർപ്പെടുത്തണമെന്ന് ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ തീരുമാനിച്ചു. അപ്പൊ തീരുമാനിച്ചപ്പോ അതിൽ 5 ക്രൈറ്റീരിയയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയായിരുന്നു. പ്രഗത്ഭനായ ഒരു ഭിഷഗ്വരൻ. ആ പ്രഗത്ഭനായ ഭിഷഗ്വരൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 2 പേർക്ക് അവാർഡ് കൊടുത്തു. ഒന്ന് നമ്മുടെ രാജഗോപാൽ, സാന്ത്വന ചികിത്സയുടെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാന്ത്വന ചികിത്സയുടെ പിതാവ് അദ്ദേഹമാണ്. അന്തർദേശീയ തലത്തിലും അദ്ദേഹം ആ ഒരു കാര്യത്തിൽ വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട്. രണ്ടാമത് ഞങ്ങൾ കൊടുത്തത്, നമ്മളൊക്കെ പത്രദ്വാരാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്, ഈ റീകൺസ്ട്രക്റ്റീവ് സർജറി. ട്രോമയില് ഈ ഡോക്ടർ രാജപ്പൻ ട്രോമയിൽ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് ഈ റീകൺസ്ട്രക്ഷനിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. അന്യാദൃശ്യമായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സർജറി. കേരളത്തിന്റെ ആദ്യകാല പ്ലാസ്റ്റിക് സർജന്മാരിൽ ഒരാളായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ ഈ 2 പേരെയാണ് ഞങ്ങൾ ഈ നമ്മുടെ പ്രഗത്ഭരായ ഭിഷഗ്വരന്മാരുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇന്നാണ് ഇതിന്റെ സെലക്ഷൻ വന്നപ്പോ എനിക്ക് അഭിമാനത്തോട് പറയാം, ഞാനാണ് എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള ഡോക്ടർ വിജയരാഘവന്റെ പേര് നിർദ്ദേശിച്ചത്. കാരണം അദ്ദേഹം എന്തുകൊണ്ടും അതിന് അർഹനാണ്. അദ്ദേഹത്തിന്റെ അർഹതയെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുത്തുകൊണ്ട് ആക്ച്വലി അദ്ദേഹത്തെക്കാൾ ഏറെ ഡോക്ടർ പൽപു ഫൗണ്ടേഷനാണ് ഇന്ന് ബഹുമാനിക്കപ്പെട്ടത്. അതിന്റെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അതിന്റെ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ. ഇനി രണ്ടാമത്തെ, ഡോക്ടർ പൽപുവിന്റെ വിവിധ വൈവിധ്യമാർന്ന വ്യക്തിത്വത്തിന്റെ ഓരോ തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അവാർഡും ഞങ്ങൾ നിർണ്ണയിച്ചത്. ആദ്യത്തെ അവാർഡ് ഞാൻ പറഞ്ഞു, ഡോക്ടർ രാജപ്പനും അതേ അവാർഡ് തന്നെയാണ്. ഇന്നിപ്പോ നമുക്കെല്ലാം പ്രിയങ്കരനായ അഭിവന്യനായ ഡോക്ടർ വിജയരാഘവൻ. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് ഞങ്ങൾ എടുത്തത് ഈ സംശുദ്ധമായി മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പൊതുപ്രവർത്തനം. നമുക്കിന്ന് വളരെ അന്യം നിന്ന് പോയിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പ്. പണ്ടത്തെ നമ്മുടെ പൊതുപ്രവർത്തനം നയിക്കുന്ന മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകളാണ്. മഹാത്മാഗാന്ധി മാത്രമല്ല, ആ തലമുറയിലുള്ള മിക്കവാറും ആളുകളൊക്കെ തന്നെ ശരിക്കും സത്യസന്ധതയും സുതാര്യതയും എന്തൊക്കെ ഒരു വ്യക്തിക്ക് നന്മകളായി ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു അതൊക്കെ ഉണ്ടായിരുന്നവരാണ് ആ മുൻ തലമുറയിലെ ആൾക്കാർ. ഇന്ന് അവരെ കണ്ടുകിട്ടാൻ തരത്തിലുള്ള ആളുകളെ കാണാനേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് മനുഷ്യന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അങ്ങനെയുള്ള 2 പൊതുപ്രവർത്തകരെ കണ്ടുപിടിച്ചു. തെറ്റുകൾ ഉണ്ടാവാം, പക്ഷെ അങ്ങനെ കൊടുത്തതാണ് ശ്രീ VM സുധീരൻ, ശ്രീ VS അച്യുതാനന്ദൻ. ഇവർക്ക് 2 പേർക്കും ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ്.
കാരണം എന്നോട് തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ രാജഗോപാലിനും VS അച്യുതാനന്ദനും ഒരേ അവാർഡ് കൊടുക്കുന്നത്? കൊടുത്തത് ഡോക്ടർ പൽപ്പുവിന്റെ ആ ബഹുമുഖ പ്രതിഭയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ്. ഡോക്ടർ പൽപ്പു ഒരു വെറും ഡോക്ടർ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു നിസ്വാർത്ഥനായിട്ടുള്ള സംശുദ്ധമായ പൊതുജീവിതം നയിച്ച ഒരു സാമൂഹ്യ വിപ്ലവകാരി തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന് അതുകൊണ്ട് അങ്ങനെ രണ്ടുപേർക്ക് ഞങ്ങൾ അവാർഡ് കൊടുത്തു. മൂന്നാമത് കൊടുത്തത് ഡോക്ടർ പൽപ്പുവിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം കരകൗശല വസ്തുക്കൾ സ്വയം ഉണ്ടാക്കുമെന്ന്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല സർജൻ ആകുമായിരുന്നു. അദ്ദേഹം സർജറിക്ക് പോയി. ഈ ബാക്ടീരിയോളജിക്കും കമ്മ്യൂണിറ്റി മെഡിസിനും ഒക്കെ പോകുന്നതിന് പകരം സർജറി, കാരണം അത്ര കരവിരുദ്ധം. അദ്ദേഹം ഉണ്ടാക്കിയ പല സാധനങ്ങളും പല കരകൗശല വസ്തുക്കളും വളരെ വാണിജ്യ മൂല്യമുള്ളതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രായോഗികമായ ചിന്താധാരകളാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ വലിയ വമ്പൻ വ്യവസായങ്ങളല്ല, കുടിൽ വ്യവസായം, ചെറുകിട വ്യവസായം. അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് 100-ലധികം ചെറുകിട ഈ വ്യവസായ യൂണിറ്റുകൾ ഉണ്ടായി എന്നാണ് ജീവചരിത്രം. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു, സംരംഭകർ എന്ന് പറഞ്ഞാൽ അവരെന്തോ പാവികളാണെന്ന് ഒരു ധാരണ ഇന്ന് നമ്മൾ എങ്ങനെയോ അത് നമ്മുടെ നാട്ടിലൊക്കെ ഇന്നുണ്ട്. എന്നാൽ അവരെ കൂടാതെ, സംരംഭകരെ കൂടാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അഭിവൃദ്ധിയിലേക്ക് അവര് പോകണമെങ്കിൽ അതിനുള്ള ഒരു അനിവാര്യതയാണ് കഴിവും ശേഷിയും ക്ഷേമുഷിയുമുള്ള സംരംഭകരുണ്ടാകുക. അപ്പൊ അതിന് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യവും വ്യക്തിത്വവും കണക്കിലെടുത്തിട്ടാണ് ഗോപാലേട്ടൻ, ഗോകുലം ഗോപാൽ, അദ്ദേഹത്തിന് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് ഞങ്ങൾ കൊടുത്തു. അത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, അദ്ദേഹം ഈ കേരളത്തിലെ ഭ്രാന്താലയമായ കേരളത്തെ ഒരു തീർത്ഥാലയമാക്കുന്നതിന് ശ്രീനാരായണ ഗുരുദേവനെ സഹായിച്ചെങ്ങനെയാണ്. അദ്ദേഹം ആദ്യം പൊരുതുകയായി, ഗവൺമെന്റുമായി പൊരുതുകയായി. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നിവേദനങ്ങൾ അയച്ചു, നേരിട്ട് കണ്ട് സംസാരിച്ചു നോക്കി. ഇതൊക്കെ കഴിയാതെ വന്നപ്പോ അദ്ദേഹം ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. അതിനെ CV കുഞ്ഞിരാമൻ തർജ്ജമ ചെയ്ത് തിരുവിതാംകോട്ടെ ഇഴവർ എന്ന് പറഞ്ഞ് ഒരു പുസ്തകമാക്കി. ഇതൊക്കെ വായിക്കാൻ കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ സാമൂഹ്യമായ അനീതികൾക്കെതിരെ ഇങ്ങനെ പോരാടുകയാണ് ചെയ്തത്. അങ്ങനെ പോരാടി വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇത് ഒരു പ്രത്യേക സമൂഹത്തിന്റെ മാത്രം കാര്യമായി നമ്മൾ മുമ്പോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇത് എല്ലാവരുടെയും കൂടിയുള്ള ഒരു കാര്യമായി അവതരിപ്പിക്കണം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ കാർഷിക സംസ്കാരത്തിന്റെ കാലത്ത്, ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് അഗ്രേറിയൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ലോകത്തിന്റെ യജമാനന്മാരായി. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമ്മൾ മറ്റുള്ളവരെക്കാൾ മുന്നിലായി. അന്നത്തെ കോണ്ടംപററി സിവിലൈസേഷൻസ്, അന്നുണ്ടായിരുന്ന മറ്റ് സിവിലൈസേഷൻസ്, ഗ്രീക്ക് സിവിലൈസേഷൻ, റോമൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഇവിടൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരാശിക്ക് സംഭാവന ചെയ്ത് ഇന്ത്യക്കാരായി. എന്നാൽ അത് എല്ലാവരും അന്ന് പ്രതീക്ഷിച്ചത് ഇന്ത്യയിൽ വ്യവസായ വിപ്ലവം നടക്കും, വരാൻ പോകുന്ന വ്യാവസായിക യുഗം ഇന്ത്യയിൽ ആരംഭിക്കും എന്ന് ലോകം മുഴുവനുള്ള ആളുകൾ സ്വപ്നം കണ്ടു. പക്ഷെ അത് നടന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്?
നമ്മൾ ചരിത്രം വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നടക്കാതിരുന്നതിന്റെ കാരണം ഈ ജാതി വ്യവസ്ഥയുടെ ഇന്ത്യയിൽ അര്യന്മാരിങ്ങോട്ട് കയറി വന്നു, അധികാരം പിടിച്ചെടുത്തു. അവർ ചെയ്തത് സംസ്കാര സമ്പന്നരായ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെ അവരുടെ സംസ്കാരം ചോർത്തിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്തത് വിദ്യാഭ്യാസം ചെയ്യുന്നത് നിയമം കൊണ്ട് നിരോധിച്ചു. അങ്ങനെ കാലം കടന്നു പോയപ്പോ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ത്യ ബിക്കം എ ലാൻഡ് ഓഫ് ഇല്ലിറ്ററേറ്റ്സ്. എന്താണ് ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിന് വേണ്ടത്? ഇൻഡസ്ട്രിയോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മുന്നോട്ട് ഇങ്ങനെ പായുകയാണ്. അപ്പൊ അവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുരോഗതിക്കനുസരിച്ച് അവരെല്ലാ രീതിയിലും ഇന്ത്യക്കാരെക്കാൾ മുന്നിൽ. അവർക്ക് ആവശ്യമായിട്ടുള്ളത് എനി ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻ they will require raw materials, and they found India a treasure house of raw materials in the form of natural resources and human resources. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് ഇത് കിട്ടണം. ഇവിടെയാണെങ്കിലോ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി കണക്കാണ്. നമ്മുടെ ആളുകൾ ഇല്ലിറ്ററേറ്റ്സ് ആണ്. ഈ ഇത്രയും സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ മറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് രൂപാന്തരപ്പെടുത്തണമെന്ന് അറിയാത്ത ഒരു സമൂഹം. ഇവിടുന്ന് ഈ റോ മെറ്റീരിയൽസിനെയും അൺസ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസിനെയും കൊണ്ടുപോകുന്നതിന് വേണ്ടി അവര് വഴികൾ ആരായി. അങ്ങനെയാണ് വാസ്കോ ഡി ഗാമ എത്തിയതും. അങ്ങനെയാണ് ഒടുവിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെയ്ഡ് ഇന്ത്യ എ കോളനി. അങ്ങനെയാണ് ഇന്ത്യ കോളനി ആയത്. അപ്പൊ ഇന്ത്യയുടെ നാശത്തിന് തന്നെ കാരണമായത് ഈ ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥക്കെതിരെ ആഞ്ഞടിച്ചു എന്നുള്ളതാണ് ഡോക്ടർ പൽപുവിനെ മറ്റു വിപ്ലവകാരികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ത്യയുടെ അപജയത്തിന്റെ മൂല കാരണം ഈ കാസ്റ്റ് സിസ്റ്റം, വർഗീയതയാണ്. അപ്പൊ അത് അവസാനിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് ഈ ജാതികൾ തമ്മിലുള്ള വ്യത്യസ്തതകൾ മാറും. എന്തുകൊണ്ടാണ് ജാതി ഉണ്ടായത്? വിദ്യാഭ്യാസം ചോർത്തിയെടുത്തത് കൊണ്ടാണ് ഈ വ്യത്യസ്തതകളൊക്കെ തന്നെ ഉണ്ടായത്. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള മുന്നിൽ നിർത്തി വിദ്യാഭ്യാസം കൊടുക്കും, അവസരമുണ്ട്, പരിരക്ഷ കൊടുക്കണം. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൽ പല കമ്മീഷനുകളുണ്ട്. ആദ്യത്തെ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ് വളരെ ക്രിയാത്മകമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും. കോത്താരി കമ്മീഷൻ വിദ്യാർത്ഥികളെ 3 കാറ്റഗറി, ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ്, തേർഡ് ജനറേഷൻ ലേണേഴ്സ് ഇങ്ങനെ തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സിനെ നിങ്ങൾ പരിരക്ഷ നൽകും. ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ. എന്താണ് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് എന്ന് വെച്ചാൽ? അച്ഛനമ്മമാർ നിരക്ഷരാണ്. അവരെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ആരാണ് സെക്കൻഡ് ജനറേഷൻ ലേണേഴ്സ്? സെക്കൻഡ് ജനറേഷൻ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ അക്ഷരം പഠിച്ചവരാണ്, പക്ഷെ അതിന് മുന്നിലുള്ളവരെല്ലാം നിരക്ഷരം. തേർഡ് ജനറേഷൻ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പഠിച്ചവരാണ്. അപ്പൊ ആ ഒരു പരിവർത്തനം വിദ്യാഭ്യാസത്തിലൂടെയും. മറ്റൊന്ന്, എങ്ങനെയാണ് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടത്? അധികാരം നഷ്ടപ്പെട്ടതുകൊണ്ട്. ഇവിടെ എല്ലാം കയ്യാളിയിരുന്ന ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് അധികാരം പുറത്തുനിന്ന് വന്ന ഒരു വർഗം കൈയടക്കിയപ്പോഴാണ് ഈ വിദ്യാഭ്യാസത്തിൽ നിന്നും അവരെ ഒഴിവാക്കി. അപ്പോ അധികാരം കിട്ടണമെങ്കിൽ അധികാരത്തിന്റെ ഒരു പിയൂണിന് പോലും ഒരു കഴഞ്ച് അധികാരമുണ്ടെന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതാണ്. ഒരു പിയൂണിന്റെ കയ്യിൽ പോലും ഒരു കഴഞ്ച് അധികാരം. അപ്പൊ ഈ അധികാരത്തിന്റെ പങ്ക്, ഓരോ സമൂഹത്തിനും അർഹമായിട്ടുള്ള പങ്ക്
കിട്ടുന്നു എന്ന് ഉറപ്പാക്കണം. ജനസംഖ്യാനുപാതികമായിട്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത്. ആ രണ്ട് പ്രക്രിയയുമാണ് ഡോക്ടർ പൽപു SNDP യോഗം സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. എത്ര ശാസ്ത്രീയമായി അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ജാതി ഇല്ലാതാകണമെങ്കിൽ നമ്മൾ ആദ്യം കോവിഡ് ഇല്ലാതാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കോവിഡ് ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കും. കോവിഡ് എന്തുകൊണ്ടുണ്ട്, കോവിഡ് എന്തുകൊണ്ട് മാറുന്നില്ല, നിലനിൽക്കുന്നത് എന്തുകൊണ്ട്, ഈ കാരണങ്ങൾ ഓരോന്നായി കണ്ടുപിടിച്ച് അതിനെ ഉന്മൂലനം ചെയ്തിട്ട് പറയണം കോവിഡ് ഇല്ല. ഇത് ജാതി നമ്മൾ ഒരു സ്ഥലത്തും പറയാനേ പാടില്ല എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ജാതി ഉണ്ട്. ജാതി എന്തുകൊണ്ടാണുള്ളത്? ജാതി നമ്മുടെ കുടുംബങ്ങളിലാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബങ്ങളുണ്ടാകും, അത് വികസിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എൻ്റെ ഭാര്യയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും. ഞാൻ വിവാഹം ചെയ്യുന്നത്, ഞാൻ ഒരു പ്രത്യേക ജാതിയിൽ നിന്ന് വിവാഹം ചെയ്താൽ എൻ്റെ കൂറ് ഈ പർട്ടിക്കുലർ ജാതിയോടായിപ്പോകും. അപ്പൊ അത് വരാതെ വരണമെങ്കിൽ ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത്, സഹോദരനെ ഇപ്പം അതും പറഞ്ഞിട്ടുണ്ട്, മിശ്ര വിവാഹത്തിലൂടെ മാത്രമേ നമുക്ക് ജാതി ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളതൊക്കെ അധര വ്യായാമങ്ങളാണ്. മിശ്ര വിവാഹങ്ങൾ നടക്കണമെങ്കിൽ ജാതികൾ തമ്മിലുള്ള അന്തരമില്ലാതെ എങ്കിൽ മാത്രമേ ഈ ബന്ധുക്കളായി മാറാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടാകും. ഇപ്പൊ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലൊക്കെ മിശ്ര വിവാഹം വളരെ സർവ്വസാധാരണമായി നടക്കാറുണ്ട്. എഞ്ചിനീയർമാരുടെ ഇടയിലും നടക്കാറുണ്ട്. അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ മാത്രമേ കൂടുതലും ഈ മിശ്ര വിവാഹങ്ങൾ നടക്കൂ. അപ്പൊ അതുകൊണ്ട് മിശ്ര വിവാഹവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജാതി ഉണ്ട് എന്ന് അംഗീകരിക്കും. ജാതി ഉണ്ടെങ്കിൽ ഈ വിവിധ ജാതികൾ തമ്മിലുള്ള അന്തരം എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകൾ, ആ മേഖലകളിലെല്ലാം അവർക്ക് ഉയർന്നു വരുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ച് ഈ സോഷ്യലിസം എന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നത് ശരിക്കും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മിശ്ര വിവാഹങ്ങളിലൂടെ മാത്രമേ ജാതി നമുക്ക് ഇല്ലാതാക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ ജാതി എന്തായാലും നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ തന്നെ ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഡോക്ടർ പൽപു ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള രീതിയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നാമം അനശ്വരമായിരിക്കട്ടെ. അതിന് നമ്മളാൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയ പ്രഗത്ഭനായ ഞങ്ങളുടെ ഗുരുവിന് ഒന്നുകൂടി അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ദിവിൻ. താങ്ക് യു വെരി മച്ച് സർ. എനിക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ട് ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു പ്രഭാഷണം സെലക്ട് ചെയ്തതിന് എനിക്കാണ് ഈ ക്രെഡിറ്റ് മുഴുവൻ കിട്ടുന്നത്. എന്നെ കൂടെ ശ്രീനാരായണ യൂണിറ്റ് മിഷനും ഒരുപാട് പേരും പ്രശസ്തിയും ഒരുപാട് മെസ്സേജ് സർ, ഫേസ്ബുക്കിലാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ഒരുപാട് നല്ല മെസ്സേജ് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനോജൻ സാറിനെ മനോജ് സാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. റൈറ്റ്. ഞാൻ ഇപ്പൊ നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് എഞ്ചിനീയർ ശിവകുമാർ സാറാണ്. അതിനു മുമ്പ് സാർ ഇപ്പൊ നമുക്ക് കുറച്ച് വൈകിയത് കൊണ്ട് നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി ആക്കാം. മനോജ് സാർ, ഞാൻ ഒന്ന് സ്പോട്ട്ലൈറ്റ്. മനോജ് സാർ ആക്ച്വലി മനോജ് സാർ നേരത്തെ ഉണ്ട്. സാറിന്റെ പ്രഭാഷണം മൊത്തം കേട്ടു. ഞാൻ ഇടയ്ക്ക് സ്പോട്ട്ലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് ശിവകുമാർ ചെയ്ത. അതിനു മുമ്പ് എനിക്ക് 1 മിനിറ്റ് ഒന്ന് വേണം. ഒരു കാര്യമാണ് സാർ, ഇപ്പൊ ഈ ടോക്കിന് ഞാൻ എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്യുന്ന IMA ഉൾപ്പെടെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. മുമ്പോട്ട് പോകുമ്പോൾ നമ്മളൊരു ആരംഭം എന്ന രീതിയിലാണ് ഷെയർ ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ ഒരുപാട് വ്യൂവേഴ്സ് നമുക്കായി ഫേസ്ബുക്കിലും അല്ലാതെയും ഉണ്ട്. അതുകൊണ്ട് ഈ കേൾക്കുന്ന എല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇനി തൊട്ട് അവിടെ നിന്നായിരിക്കും നമുക്ക് ഫീഡ് വരുന്നത് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയിട്ട്.
അപ്പം ഞാനിപ്പം ഒരുപാട് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്ന കുറച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വ്യൂസ് ആയി കഴിഞ്ഞു. അപ്പം നമ്മുടേതല്ലാത്ത ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വരും, എന്തിനാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ നമുക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പല ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ പേജിലൂടെ തന്നെ നമ്മൾ ഇത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും SN മിഷന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇനി വരുന്ന പ്രഭാഷണങ്ങൾ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ സുനിൽ പി എളയിടം, മജീഷ്യൻ മുതുക്കാട്, ഇതുപോലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ മനോജിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. മനോജൻ സർ പ്ലീസ്. Good evening, Dr. Devin and other members of Srinarayana United Mission International. ആദ്യമായി ഡോക്ടർ ചന്ദ്രമോഹൻ സാറിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മഹാനായ ഡോക്ടർ പൽപുവിനെ പറ്റി പറഞ്ഞതിൽ, ഇവിടെ പ്രഭാഷണം നടത്തിയതിൽ സന്തോഷവും അതുപോലെ തന്നെ നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ഡോക്ടർ പൽപുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പൽപു ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ നമ്മളെല്ലാം ആദരിക്കുന്ന ഡോക്ടർ പത്മശ്രീ വിജയരാഘവൻ സാറിന് ഒരു അവാർഡ് നൽകി അവരെ ആദരിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. വിജയരാഘവൻ സാറ് ഇതിൽ പങ്കെടുത്തതിൽ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പൽപു, മഹാനായ ഡോക്ടർ പൽപുവിനെ പറ്റി കേൾക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലോടിയെത്തുന്നത്, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഡോണ്ട് ഗിവ് അപ്പ്. നമുക്കറിയാം അദ്ദേഹം ജീവിച്ചിരുന്ന കാലം ഇവിടെ ചന്ദ്രമോഹൻ സാറ് വളരെ ഡീറ്റെയിലായി പറഞ്ഞതുകൊണ്ട് ഞാൻ അത്തരം കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടും അദ്ദേഹം പഠിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു ഡോക്ടറായി നല്ല രീതിയിൽ ജനങ്ങളെ ശുശ്രൂഷിക്കണം എന്നുള്ള ആഗ്രഹം സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ അത് നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിലും he never gave up. He went on to കർണാടക ആൻഡ് അവിടെ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ചന്ദ്രമോഹൻ സാർ ഇവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭാവനകൾ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ലോകമുള്ളിടത്തോളം ഡോക്ടർ പൽപുവിനെ ഞാനും ഞങ്ങളുടെ സംഘടനയും ഒരുപാട് നല്ല മനസ്സുള്ള ജനങ്ങളും ഓർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡെവിനും അതുപോലെ തന്നെ ശ്രീനാരായണ യുണൈറ്റഡ് മിഷൻ ഇന്റർനാഷണലിന്റെ ബോർഡ് മെമ്പേഴ്സിനും അതുപോലെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Devin unmute ചെയ്യോ? ഫോർമൽ വോട്ടർ താങ്ക്സിന് വേണ്ടിയിട്ട് എഞ്ചിനീയർ ശിവകുമാർ, വൈസ് പ്രസിഡന്റ് യുണൈറ്റഡ് മിഷൻ ഇന്റർനാഷണൽ. ശിവകുമാർ ചേട്ടൻ. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് സമയം ഒരു അതിക്രമിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലെ ഡയറക്റ്റായിട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ മീറ്റിംഗ് പ്രസിഡന്റ് ചെയ്ത SN യുണൈറ്റഡ് മിഷൻ പ്രസിഡന്റ് ഡോക്ടർ മനോജൻ സാറിന്, മനോജൻ സാർ നമ്മുടെ എല്ലാം മാർഗദർശിയും വഴികാട്ടിയുമാണ്. അദ്ദേഹത്തിന് SN യുണൈറ്റഡ് മിഷന്റെ പേരിൽ ഹാർദവമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ചീഫ് ഗസ്റ്റ് പത്മശ്രീ ഡോക്ടർ വിജയരാഘവൻ ചേട്ടനാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം പൽപു അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഇന്ന് നമ്മുടെ ഫംഗ്ഷനിൽ എത്തിയത്. ആദ്യമായിട്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷം ആദ്യമായി അനുമോദിക്കാൻ ഒരു അവസരം ലഭിച്ചത് നമ്മുടെ ഭാഗ്യമായി നമ്മൾ കരുതുന്നു. ഏത് തിരക്കിലായാലും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ വിജയരാഘവൻ ഡോക്ടർക്ക് നമ്മളുടെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, തോന്നയ്ക്കലിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ പൽപുവിന്റെ പേരിടണമെന്ന് പറഞ്ഞത് നമ്മൾ SN യുണൈറ്റഡ് മിഷൻ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുമെന്ന് ഇതിനോടൊപ്പം നിങ്ങൾ ഉറപ്പ് നൽകുന്നു. വളരെ തിരക്കുണ്ടായിട്ടും നമ്മളവിടെ എത്തി ഇത്രയും സമയം നമ്മളോട് ഇരുന്ന
പത്മശ്രീ ഡോക്ടർ വിജയരാഘവൻ ഡോക്ടർക്ക് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തിയത് ഡോക്ടർ ചന്ദ്രമോഹനാണ്. കണ്ണൂർ VCയും ഗോകുലം മെഡിക്കൽ കോളേജ് ഡീനുമായ ശ്രീ ചന്ദ്രമോഹൻ സാറിന് നമ്മുടെ SN ഗ്ലോബൽ മിഷൻ, SN യുണൈറ്റഡ് മിഷന്റെ എല്ലാ അംഗങ്ങൾക്കും നല്ല സുപരിചിതമാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ലോഗോ പ്രകാശനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നടത്തിയ പ്രഭാഷണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും അന്ന് നടത്തിയ പ്രഭാഷണം കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ക്ഷണിക്കണമെന്ന് മുഴുവൻ മെമ്പേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് ഇന്ന് നമ്മൾ ഡോക്ടർ പൽപ്പു സാറിനെ കുറിച്ചുള്ള ഒരു ഇതിനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്താൻ ഞങ്ങൾ ക്ഷണിച്ചതും. അതിമനോഹരവും വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണം നടത്തിയ ഡോക്ടർ ചന്ദ്രബാബു സാറിന് SN യുണൈറ്റഡ് മിഷന്റെ പേരിൽ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഞങ്ങളുടെ ഇന്ന് ഡോക്ടർ സുരേഷ് കുമാർ, സുജിത് ശിവാനന്ദൻ കാനഡയിൽ നിന്നും ഇന്ന് ഒരു അനുമോദന സന്ദേശങ്ങളും അനുമോദന പ്രസംഗങ്ങളും നടത്തി അവർക്ക് ഞങ്ങളുടെ SN യുണൈറ്റഡ് മിഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ വെൽക്കം അഡ്രസ് നടത്തിയ ഡോക്ടർ ബിന്നി, അതുപോലെ ബിന്നിക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നത് സെക്രട്ടറി ജനറൽ ഡോക്ടർ ദേവിൻ പ്രഭാകരനാണ്. എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ നെടും തൂണും എല്ലാത്തിനും വഴികാട്ടിയുമായ നമ്മുടെ ദേവിൻ പ്രഭാകരന് നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റ് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, ഇന്ന് ഒരുപാട് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. മധു രാമാനുജൻ, വിനു, അവിനാഷ്, ഷിബു, രാജമൗലി, സുനിൽ സോമരാജൻ, അനിൽ, കൂടാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഒരുപാട് ഗസ്റ്റുകൾ, അവരുടെ പേരെടുത്ത് പറഞ്ഞ് നമ്മൾ പറയുന്നില്ല. എല്ലാവർക്കും SN യുണൈറ്റഡ് മിഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. അത് നമ്മുടെ ഡോക്ടർ മനോഹൻ സാറ് ലാസ്റ്റ് ഒരു വാക്ക് കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് ലേറ്റ് ആയി. നമുക്ക് മനോഹൻ സാർ പോയിട്ട് ചെയ്യാം. അതെ, ഡോക്ടർ ഡെവിൻ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ഡെവിനും ഡോക്ടർ ബെന്നിയും ഒക്കെ എനിക്കറിയാം ഈ കഴിഞ്ഞ 2-3 ദിവസമായി ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് വളരെ താല്പര്യത്തോടു കൂടെ മുന്നോട്ട് വരികയും നമുക്ക് ഡോക്ടർ പൽപ്പുവിനെ പറ്റി സംസാരിക്കാൻ നമുക്കറിയാം. ഡോക്ടർ ചന്ദ്രമോഹൻ സാറിന്റെ പ്രഭാഷണം ഇവിടെ ഒത്തിരി ആളുകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അല്ലെങ്കിൽ നമ്മളുടെ ദ നോളേജ് അബൌട്ട് ശ്രീനാരായണ ഗുരുദേവൻ, അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പു സാറിനോട് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞാൽ സാറിന് വേണമെങ്കിൽ അവരെ പറ്റി ഒരു ദിവസം ഫുള്ളായിട്ട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും സാറിനെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഒരു ഗൈഡാണ്, ഞങ്ങളെ ഒരു അഡ്വൈസറാണ്. ആൻഡ് ഹീസ് ഓൾ ഇൻ ഓൾ, ഹീസ് ഓൾവേസ് ദെയർ വിത്ത് ശ്രീനാരായണ യുണൈറ്റഡ് മിഷൻ ഇന്റർനാഷണൽ. താങ്ക് യു സർ. ആൻഡ് വിത്ത് ദിസ് നോട്ട്, കൂടുതൽ വൈകിയത് കൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. Thank you.